गुरवे सर्वलोकानां विषये भवरोगिणां हृदये सर्वविद्यानां दक्षिणामूर्तये नमः। श्रीगुरुचरणारविन्दाभ्यां नमः। सिन्दूरारुणविग्रहां प्रणयनां माणिक्यमौलिस्फुरते तारानायकशेखरां स्मितमुखीम् आमीनवक्षोरुहां पाणिभ्यामणिपूर्णरत्नचषकं रिक्तोत्पलं बिभ्रतीं सौम्यां रत्नकटस्थरक्तचरणां ध्यायेत् പരാമംബികാം. നവഹൈക്യത്തിൻ്റെ 3-ാം ദിവസമായി നമ്മൾ ഇന്നലെ വരെ ഭക്തിവക്ഷ്യായ നമഃ പദം വരെ കണ്ടു. ഭയാവഹായ നമഃ, ഭയത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. എന്താണ് ഭയം? എല്ലാവർക്കുള്ള ഭയം മരണഭയം, മരിച്ചു പോകുന്ന ഭയം. അത് ഭയന്നാലും ഭയത്തില്ലെങ്കിലും മരിക്കും. അപ്പൊ ആ ഭയത്തെ ഇല്ലാതാക്കുന്നത് പറഞ്ഞാൽ എന്താണ്? ഈശ്വര വിചാരത്തിലിരുന്ന് ദേവിയെ പ്രാർത്ഥന ചെയ്ത് നമ്മൾ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് സ്തോത്രം ചെയ്ത് ദർശനം ചെയ്ത് അങ്ങനെ ഭക്തി വളർന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നും, ഈ അപ്പോഴും നമുക്ക് മനസ്സിലാവും മരണം എന്നുള്ളത് ഈ ശരീരത്തിനാണ്, എനിക്കല്ല. ഞാൻ വരെ ദേവി വരെ ഇല്ല എന്ന് പറയുമ്പോൾ ദേവിക്ക് മരണമില്ലല്ലോ, ശാശ്വതമായതല്ലേ. അതുകൊണ്ട് ആ മരണഭയം ഇല്ലാതാക്കുന്നത് അഹം ബ്രഹ്മാസ്മി ബ്രഹ്മൈവ സത്യം എന്നുള്ള പൊരുളായ ഞാൻ തന്നെയാണ് ഈശ്വരന്റെ ഒരു അംശം എന്ന തോന്നും നമുക്ക് വരുമ്പോൾ ഒരിക്കലും ഭയമുണ്ട്. ആ ഭയത്തെ ഇല്ലാതാക്കുമ്പോൾ ശാംഭവ്യേ നമഃ, ശംഭു എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ശാംഭവി എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ പത്നി, പരമേശ്വരന്റെ ശക്തി. ശാരദായേ നമഃ, ശാരദ എന്ന് പറഞ്ഞാൽ സരസ്വതി. ശരത്കാലത്ത് ആരാധിക്കുന്നത് കൊണ്ട്, നവരാത്രിയിൽ ആരാധിക്കുന്നത് കൊണ്ടും ശാരദ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശാരദാരാധ്യായ നമഃ, സരസ്വതിയാൽ പൂജിക്കപ്പെടുന്നവൾ, സരസ്വതിയുടെ രൂപത്തിൽ പൂജിക്കപ്പെടുന്നു. രണ്ട് രീതിയിലാണ് നമുക്ക് അർത്ഥപ്പെടുന്നത്. ശർവാണ്യേ നമഃ, ശർവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, പരമേശ്വരന്റെ ശക്തി. മാതാര പാർവതി ദേവു പിതാദേവോ മഹേശ്വര എന്ന് പറഞ്ഞുകൊണ്ട് പരമേശ്വരൻ പാർവതി എന്നാണ് എപ്പോഴും മഹാവിഷ്ണു ലക്ഷ്മി ബ്രഹ്മ സരസ്വതിക്ക് ഉണ്ടെങ്കിലും കൂടുതൽ നമ്മൾ സംബോധന ചെയ്യുന്നത് പാർവതി പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ടാണ്. ശർമ്മദായിനി നമഃ, ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖം, നമുക്ക് എല്ലാ സുഖങ്ങളെയും കൊടുക്കുന്നവൾ ദേവി. ഈ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷമായ ജീവിതം, ആരോഗ്യമായ ജീവിതം. നമുക്ക് എന്തെല്ലാം ഫേവറായിട്ട് വരുന്നു അതെല്ലാം സുഖം. ആ സുഖമായിട്ട് കിട്ടുന്നതെല്ലാം പുണ്യത്തിന്റെ ഫലം. ദേവി ഭജനം കൊണ്ട് നമുക്ക് എല്ലാം നന്നായിട്ട് ഭവിക്കും, എല്ലാം ഫേവറായിട്ട് തന്നെ വരും എന്നുള്ള അർത്ഥത്തിലാണ് ശർമ്മദായിനി നമഃ. ശാങ്കര്യേ നമഃ, ശങ്കരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. ശം കരേതി ഇതി ശങ്കരഃ എന്നാണ് അതിന്. ശം എന്ന് പറഞ്ഞാൽ സന്തോഷം, മംഗളം, മംഗളത്തെ കൊടുക്കുന്നവൻ പരമേശ്വരൻ, മംഗളപ്രദായിനി. അതിന്റെ അദ്ദേഹത്തിന്റെ ശക്തിയായിട്ടാണ് ഇവിടെ ദേവി കാണുന്നത്. അപ്പോ ശങ്കര പത്നി ശാങ്കര്യേ നമഃ. ശ്രീകര്യേ നമഃ, ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്തിനെ ഞാൻ പറഞ്ഞു, എല്ലാം ഉണ്ടായാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും വേണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. എല്ലാം തന്നാൽ മാത്രം പോരാ, അത് അനുഭവിക്കാനുള്ള ആയുസ്സും വേണം, ആരോഗ്യവും വേണം, അവസരവും വേണം. സാധ്വൈ നമഃ, പതിവ്രതയായ ദേവിക്ക് നമസ്കാരം, പതിയെ വ്രതമായി കൊണ്ടവൾ. ശരത്ചന്ദ്ര നിവാരണായ നമഃ, ശരത്കാല പൂർണ്ണചന്ദ്രനെ പോലെ വിളങ്ങുന്ന തിരുമുഖത്തോട് കൂടിയവൾ. ദേവിയുടെ മുഖസ്വരൂപം പൂർണ്ണചന്ദ്രനെ മാറി പ്രകാശിക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ അഭിരാമഭട്ടരുടെ കഥ പറഞ്ഞപ്പോൾ കണ്ടത്. ദേവി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മഹാരാജാവ് വന്ന് ചോദിക്കുന്നു പൗർണമി എന്ന് പറയാൻ കാര്യം, പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗർണമി എന്ന് പറഞ്ഞു നമ്മൾ ഇന്നലെ കണ്ടു. അതുകൊണ്ട് ശരത്ചന്ദ്ര നിവാരണായ നമഃ. ശാദോദര്യേ നമഃ, മെലിഞ്ഞ അരക്കെട്ടോട് കൂടിയവൾ ദേവി. അത് ലക്ഷണശാസ്ത്രം അനുസരിച്ച് സ്ത്രീരൂപത്തെയുള്ള വർണ്ണനയാണ്. സൗന്ദര്യത്തിന് ഉറവിടമായ ദേവി ആയതുകൊണ്ട് ശാദോദര്യേ നമഃ. ശാന്തിമത്യേ നമഃ, ശാന്തസ്വരൂപിയാണ്. അത്യന്തം ക്ഷമാശീലയാണ് ദേവി. കാരണം എന്താ? അമ്മയല്ലേ. അമ്മയോളം ക്ഷമിക്കുന്ന ഒരു ബന്ധവും നമുക്ക് കിട്ടില്ല. ഭൂമിയോളം ക്ഷമയുള്ളതാണ് അമ്മ എന്ന് പറയുന്നത്. എല്ലാവരുടെയും അമ്മയായതുകൊണ്ട് ക്ഷമയുടെ ഉറവിടമായിരിക്കുന്നതാണ് ദേവി. അതുകൊണ്ട് ശാന്തിമത്യേ നമഃ. നിരാധാരായേ നമഃ, ആധാരമില്ലാത്തവൾ. എന്തുകൊണ്ട് ആധാരമില്ലാത്തവൾ എന്ന് പറയുന്നു? ആധാരമുണ്ട്, ആധാരം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്. അതാണ് ഒരു വീട്ടിന്റെ ആധാരം എന്ന് പറഞ്ഞാൽ നമ്മുടേതാണെന്നുള്ളത് സപ്പോർട്ട്, അതാണ് ആധാരം. അത് ഒരു പ്രൂഫാണത്. ദേവിക്ക് ആധാരമായ ഒരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ദേവിയെക്കാളും വലുതെന്നായില്ലേ?
ഇവിടെ ഒന്നല്ലേ ഉള്ളൂ, രണ്ടില്ലല്ലോ. പിന്നെ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ള ചോദ്യമേ അവിടെ വരുന്നില്ല. അതുകൊണ്ട് നിരാധാരായ ആധാരമില്ലാത്തവൾ, പക്ഷെ എല്ലാത്തിനും ആധാരമായിരിക്കുന്നവൾ ദേവിയാണ്. നിരാധാരായ നിരഞ്ജനായ നമഃ. അഞ്ജനം എന്ന് പറഞ്ഞാൽ മൈ, കൺമഴി അല്ലേ. അഞ്ജനം എന്ന് പറഞ്ഞാൽ മൈ എന്ന അർത്ഥമുണ്ട്, അഞ്ജനം എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്ന അർത്ഥമുണ്ട്. കറുപ്പ് എന്നുള്ളത് അജ്ഞാനത്തിന്റെ, തമോ ഗുണത്തിന്റെ പ്രതീകമാണ് കറുപ്പ്. അപ്പോ അജ്ഞാനത്തിന് നിറം കറുപ്പ്, അജ്ഞാനത്തിന് നിറം അവിദ്യയുടെ ലക്ഷണമാണ് കറുപ്പ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യ ഇല്ലാത്തതെല്ലാം അവിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ സത്യമായ വസ്തു എന്നുള്ള ഉണർവ് വിദ്യ. എന്താണ് സത്യമായ വസ്തു? അവസാനം നമ്മൾ അവിടെ വന്നേ നിൽക്കുള്ളൂ. എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം ഒന്നേ ഉള്ളൂ, അതാണ് വിദ്യ. അപ്പോ വിദ്യ അല്ലാത്തതെല്ലാം അവിദ്യ, അവിദ്യയെ ഇല്ലാതാക്കുന്നവൾ എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഭജനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നും ആ അവിദ്യ നീങ്ങി നീങ്ങി വിദ്യയായ സത്യമായ വസ്തു എന്ന ഉണർവ് നമുക്ക് ലഭിക്കുന്നു. നിർലേപായ നമഃ. കർമ്മത്തിന്റെ കരപുരളാത്തവളാണ് ദേവി. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, നമാം കർമാണി നിബന്ധി. ഞാൻ ഒരിക്കലും കറ എന്നിൽ പറ്റില്ല, കറ പുരളുകയില്ല എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വരൂപം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതീതമാണ്. കറ പുരളാത്തതാണ് ഈശ്വര സ്വരൂപം. അതുകൊണ്ട് നിർലേപായ നമഃ. അതുകൊണ്ട് എന്താ? കറ പുരളാത്തത് കൊണ്ട് നിർമ്മലായ നമഃ. നിർമ്മലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധം. പരിശുദ്ധം, പരിശുദ്ധമായ മനസ്സ്, പരിശുദ്ധമായ ശരീരം, പരിശുദ്ധമായ പ്രവൃത്തി എല്ലാമേ ശുദ്ധമായിരിക്കണമെങ്കിൽ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. എപ്പോഴെങ്ങനെയാണല്ലോ നമ്മൾ എന്തായാലും ഒരു വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അവിടെ തുടച്ച് വൃത്തിയാക്കി എന്നിട്ട് വിളക്ക് കത്തിക്കും അല്ലെ. വിളക്ക് അതുപോലെ അത് ക്ലാവ് പിടിക്കാതെ അതിനെ തേച്ച് വൃത്തിയാക്കി എല്ലാം ശുദ്ധമായിട്ട് വെക്കും നമ്മൾ. എന്താ? അത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നത്. അതാണ് ജപോജൽപശ്യം സാന്ദർഭ്യത്തിൽ നമ്മൾ കണ്ടത്. ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, യദ്യത്കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ശിവമാനസ പൂജയിൽ വരുന്നത് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പരമേശ്വര നിന്റെ ആരാധനയായി എടുത്തോളൂ. മന്ത്രമാല പുഷ്പമാലാസ്തവത്തിലും അത് തന്നെയാണ് പറയുന്നത്. അത് ദേവിയെ കുറിച്ച്, അത് ശിവനെ കുറിച്ച്, രണ്ടും ആദിശങ്കരന്റെ കൃതി തന്നെയാണ്. അതിന് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം നടക്കുന്നുവോ അത് നിന്റെ പ്രദക്ഷിണമായി കണക്കാക്കിക്കോ. ഞാൻ എന്തെല്ലാം സംസാരിക്കുന്നുവോ അത് നിന്റെ സ്തോത്രമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ദേവി സ്തോത്രം ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുമോ അതുപോലെ ഇരിക്കണം നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും. ആദിശങ്കരന്റെ കൃതിയിലെല്ലാം നമ്മൾ തിരിച്ചെടുക്കണം, നമുക്കുള്ള ഉപദേശമാണ്. ആ രീതിയിൽ കർമ്മത്തിന്റെ കറകൊള്ളാത്തവൾ, നിർമ്മലായ നമഃ, പരിശുദ്ധമായവൾ, നിത്യായ നമഃ, എന്നും ഇരിക്കുന്നത്. ഇന്നുണ്ട് ഇന്നലെ ഉണ്ട് എന്നുള്ളതില്ല, എന്നുമുള്ളത് ഈശ്വര സ്വരൂപം. നിത്യായ നമഃ, നിരാകാരായ നമഃ. രൂപമില്ലാത്ത ദേവിക്ക് നമസ്കാരം. അതെന്താ രൂപമില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ കാണുന്നില്ലേ വിഗ്രഹം? സരസ്വതി എന്ന് പറഞ്ഞാൽ വീണ കയ്യിൽ വെച്ചിരിക്കും, മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ താമരയിലിരിക്കും അല്ലേ, പാർവതി എന്ന് പറഞ്ഞാൽ എനിക്ക്, മീനാക്ഷി എന്ന് പറഞ്ഞാൽ കയ്യിൽ കളിക്കണം. ഇതെല്ലാം രൂപത്തോടെ ഉണ്ടല്ലോ, ഓരോന്നിനും ഓരോ വസ്ത്രത്തിൽ പോലും വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നിരാകാരായ നമഃ എന്ന് വന്നു പറഞ്ഞാൽ, ഈ ആരാധിക്കുന്നതെല്ലാം എന്താണ്? 25ാമത്തെ തത്വമായ ശബ്ദബ്രഹ്മം, സഗുണബ്രഹ്മം. മീനാക്ഷി എന്ന് പറഞ്ഞാൽ മീനാക്ഷിയുടെ രൂപം എന്താണ് പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞു. രാമൻ അത് ശബ്ദം, മനുഷ്യ രൂപത്തിലിരിക്കുന്ന ആ രൂപമായതുകൊണ്ട് സത്വം രജസ്തമസ് 3 ഗുണങ്ങളോടെ കൂടിയ നമ്മളെപ്പോലുള്ള രൂപത്തിൽ സങ്കല്പിച്ചതുകൊണ്ട് അത് സഗുണത്തോട് കൂടിയത്. അതാണ് 25ാം തത്വമായ നാമൻ ഗുണവും ഉള്ള രീതിയിലുള്ളത് കാണുന്നത്. പക്ഷെ നിരാകാരായ നമഃ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതീതമായത് ബ്രഹ്മം. അത് പറഞ്ഞിട്ടുണ്ട്, നിറമില്ല, മണമില്ല, രൂപമില്ല, ഇലക്ട്രിസിറ്റി പോലെ ഒരു പവർ. അതാണ് ശരിക്കും ഗോഡ് എന്ന് പറയുന്നത്. പവറാണ്. ആ പവറിനെ മനസ്സിലാക്കാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലവിധമായ മൂർത്തി സ്വരൂപത്തെ ആരാധിക്കുന്നത്. നിരാകാരായ നമഃ, നിരാകുലായ നമഃ. ഖേദമോ ക്ഷോഭമോ ഇല്ലാത്ത ദേവിക്ക് നമസ്കാരം. ദേവിക്ക് എന്തൊരു ഖേദം, ദുഃഖമോ ഒന്നും. എപ്പോഴും ഒരേപോലെ ഏപ്പ് നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നവരുള്ളൂ. ഒരു സമയത്ത് പോലും നമ്മൾ വിഷമിക്കുന്ന സ്മൈൽ ആയിക്കില്ല. അതുപോലുള്ള ദേവി സ്വരൂപം ഒരിടത്തും കാണാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ എന്താണ് അർത്ഥം? ഈശ്വരഭക്തിയോടെ ഇരിക്കുന്നവൻ എപ്പോഴും നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ തന്നെ ഇരിക്കണം. ദുഃഖമൊന്നും ഒരു പ്രശ്നമാക്കി എടുക്കരുതെന്ന് പറയാൻ എളുപ്പമാണ്, പ്രായോഗികമാക്കാൻ കഷ്ടമാണ്. ഇന്ന് ഞാൻ പറയുന്നില്ല. ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തെല്ലാം ദേവിക്ക് ഉണ്ടെന്ന് പറയുന്നു അതെല്ലാം നമ്മൾ കൊണ്ടുവരണം. എന്തെല്ലാം ദേവിക്ക് ഇല്ല
ചെയ്താൽ ഇഷ്ടമല്ല എന്ന് പറയുന്നു, അതെല്ലാം നമ്മളിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം. ഇതാണ് ഈ ഒരു കാര്യമാണ് നമ്മളെ മനുഷ്യരായിട്ട് മാറ്റി ഈശ്വരനോട് കൂടുതൽ അടുപ്പിക്കാനായിട്ട് നമ്മളെ തയ്യാറെടുക്കുന്നത്. പ്രിപ്പയർ അവേഴ്സെൽസ്. അത് നമ്മൾ ചെയ്താൽ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഓൺ ആറ്റിറ്റ്യൂഡ് നമ്മൾ തന്നെ അത് മാറ്റണം. ദുഃഖമില്ലാത്തവൾ നിരാകുലായേ നമഃ. ഭക്തന്മാരുടെ ആകുലത അതിനെ ഇല്ലാതാക്കുന്നവളും ദേവിയാണ്. അതുകൊണ്ടും ആ രീതിയിൽ നിരാകുലായേ നമഃ, നിഷ്കളായേ നമഃ, നിർഗുണായേ നമഃ. നിർഗുണ എന്ന് പറഞ്ഞാൽ ഗുണമില്ലാത്തവൾ അർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. ഗുണത്തിന് അതീതമായ. എന്താണ് ഗുണം? സത്വം, രജസ്തമസ്, മൂന്ന് ഗുണം. അതല്ല മായക്കുള്ളിലുള്ള വസ്തുക്കൾ. ദേവി എന്ന് പറയുന്നത് മായക്ക് അതീതമായ വസ്തുവായതുകൊണ്ട് നിർഗുണായേ നമഃ, നിഷ്കളായേ നമഃ. അംശങ്ങളില്ലാത്തത്, പൂർണ്ണമാണ്. ഒരിടത്തും ഒരു കുറവോ എന്നോ ഒരു ശകലം എന്ന് പറയാൻ സാധിക്കില്ല. എവിടെ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈശ്വര സ്വരൂപം. ഇതിൽ നമ്മൾ 3 എക്സാമ്പിൾ കണ്ടു. കുടത്തിൽ മണ്ണ്, കുണ്ടലത്തിൽ സ്വർണം, മുണ്ടിൽ നൂല്. ഇത് എപ്പോഴും ഓർമ്മ വെച്ചോളണം. ഈശ്വര സ്വരൂപം എങ്ങനെ നിറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ചോദിച്ചാൽ 3 എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കുട മാത്രമേ ഉള്ളൂ കയ്യിലില്ലാത്തത്. ആഭരണമുണ്ട്, ആഭരണത്തിൽ സ്വർണം, വസ്ത്രത്തിൽ നൂല്, കുടത്തിൽ മണ്ണ് എങ്ങനെ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. അംശം എന്ന് പറഞ്ഞ ഒരെണ്ണം മാറ്റാൻ സാധിക്കില്ല. ശാന്തായേ നമഃ. ശാന്തിയായ ദേവിക്ക് നമസ്കാരം. ശാന്തി എന്ന് പറഞ്ഞാൽ സമാധാനം. ദേവി സ്വരൂപത്തെ ധ്യാനിക്കുന്നതോറും വരുന്നതോറും മനസ്സിനൊരു സന്തോഷം. അതുകൊണ്ട് ദിവസവും വരുന്നു. എങ്ങനെ മയൽ ഇതുവഴി പോയാൽ നടത്തുകാരെ ഒന്ന് തൊഴുതിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ആ വിഗ്രഹത്തിനെ കാണുമ്പോൾ ഒരു സമാധാനം മനസ്സിൽ വരുന്നു. അതാണ് ശാന്തി. അത് എപ്പോഴും നമുക്ക് കിട്ടുന്നത് ആ വിഗ്രഹത്തിൽ നോക്കുമ്പോൾ മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉറവിടമാണ് ദേവി. ശാന്തായേ നമഃ, നിഷ്കാമായേ നമഃ. കാമങ്ങളില്ലാത്ത ദേവിക്ക് നമസ്കാരം. കാമങ്ങളൊക്കെ നമുക്കാണ്, മായക്കുള്ളിലുള്ളവർക്കാണ് കാമങ്ങൾ. ദേവിക്ക് ഒരു ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോയി പുതിയൊരു ഷോക്കേസിൽ ഒരു സാരി ഉണ്ടാതെ വേണമെന്നുള്ള ആഗ്രഹമൊന്നും ദേവിക്ക് ഇല്ല. നമ്മളായിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ആഗ്രഹങ്ങളൊക്കെ മനുഷ്യനുള്ളതാണ്. ദേവി അതെല്ലാം അതീതമാണെന്ന് പറയാം. അതുകൊണ്ട് നിഷ്കാമായേ നമഃ. അടുത്ത പദം നോക്കൂ, നിരുപപ്ലവായേ നമഃ. ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ഉപപ്ലവം എന്ന് പറഞ്ഞാൽ നാശം. നിരുപപ്ലവം, നാശമില്ലാത്ത. അപ്പൊ അവിടെ പറയുമ്പോൾ നിർഗുണാനി രചുഗ്ര, നിർഗുണാനിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ. നിരുപപ്ലവ എന്ന് പറയുന്നത് നിരുപപ്ലവ ഉച്ചരിക്കുമ്പോൾ നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ. നിരുപപ്ലവ എന്നല്ല, നിരുപപ്ലവ. ഉപപ്ലവം എന്ന ശബ്ദത്തിൽ നാശം, നാശമില്ലാത്തതാണ്. കാരണം എന്ന് വിധിക്കുന്നതാണ്. എന്ന് വിധിക്കുന്നതാണ് ഈശ്വര സ്വരൂപം. അതിന് വയസ്സാവില്ല, അതിന് ഒരു മാറ്റവുമില്ല. ഇതെല്ലാം മാറ്റമെല്ലാം 25-ന് താഴെ മായക്കുള്ളിലിരിക്കുന്ന വസ്തുക്കൾക്കാണ് മാറ്റം. അതുകൊണ്ടാണ് അത് മായ എന്ന് പറയാൻ കാര്യം. ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷേ അതാണ് സത്യം. മായക്ക് അതീതമായിരിക്കുന്ന ആ ബ്രഹ്മസ്വരൂപം, ഈശ്വര സ്വരൂപമാണ് സത്യം. നിരുപപ്ലവായ നമഃ, നിത്യമുക്തായ നമഃ. നിത്യമുക്തയാണ് ദേവി. മുക്തിയുടെ സ്വരൂപമാണ് ദേവി. ദേവി ആരാധിക്കുന്നവർക്ക് മുക്തിയെ കൊടുക്കുന്നവർ എന്ന അർത്ഥത്തിലും ആ പദമെടുക്കാം. നിർവികാരായ നമഃ. മാറ്റങ്ങളില്ലാത്തവൾ. ജനനം, മരണം, ജര, നര ഇതൊന്നും ദേവിക്കില്ല. അതുകൊണ്ടാണ് ഒന്നും ജനനം എന്ന് പറയാനേ പാടില്ല. കൃഷ്ണ അവതാരം, രാമ അവതാരം. ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്മം എന്ന് പറഞ്ഞാൽ ജനനത്തെയും മരണത്തെയും കുറിക്കും. ഇതെല്ലാം ജനിച്ചതോ അതെല്ലാം മരണപ്പെട്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവതാരം. ജനനമല്ല, മരണവുമില്ല. നിർവികാരായ നമഃ. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഇതെല്ലാം മായക്കുള്ളിലുള്ള നമ്മുടെ മനുഷ്യർക്കാണ്. ദേവിക്ക് ഒന്നും. നമുക്ക് എത്രയോ കൊല്ലം മുമ്പുള്ള ക്ഷേത്രം, ആ വിഗ്രഹം അങ്ങനെ തന്നെ ഇരിക്കും അല്ലേ? എത്രയോ തെരുവിലുള്ള ദേവിയുടെ ക്ഷേത്രം ഞങ്ങൾക്ക് ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. പക്ഷേ അതിന് മുമ്പുള്ളവർ ആരാധിച്ചുകൊണ്ടിരുന്നു അതേ വിഗ്രഹം, പിന്നെയും ആരാധിക്കുന്ന അതേ വിഗ്രഹം. ഒരു മാറ്റവുമില്ല, രൂപത്തിൽ ഒരു മാറ്റവുമില്ല. ശ്രീകണ്ഠേശ്വരം എന്നും അതുപോലെ തന്നെ ആ ശിവലിംഗം, മാറ്റമില്ല. കാരണം എന്താ? സത്യമായ വസ്തുവാണ്, അങ്ങനെ ഇരിക്കും. പക്ഷേ മിഥ്യയാണെങ്കിലാണ് വളർച്ചയും കാര്യങ്ങൾ. വളർച്ച ഉണ്ടെങ്കിൽ നാശമുണ്ടാകും, വളർച്ചയില്ല നാശമില്ലാത്ത. നിർവികാരായ നമഃ, നിഷ്പ്രപഞ്ചായ നമഃ. സർവത്ര പരിപൂർണമായി വർത്തിക്കുന്ന ദേവിക്ക് നമസ്കാരം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ വിസ്താരം നടക്കാം. പ്രപഞ്ചം മുഴുവൻ ദേവി തന്നെയാണ്. ദേവിയുടെ വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗരീതുല്യ നിജാന്തർഗതം ദക്ഷിണാമൂർത്തി സ്തോത്രത്തെ പറയുന്നുണ്ട്. നമ്മുടെ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ
നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നു, കണ്ണാടിയിൽ കാണുന്ന മുഖം അല്ലല്ലോ ഒറിജിനൽ, വെളിയിലിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയാണ് നിജം. ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ പ്രപഞ്ചം എന്നർത്ഥം. ഉള്ളിലിരിക്കുന്ന ആരാ? ഈശ്വര സ്വരൂപം തന്നെയാണ്. ആ ഈശ്വര സ്വരൂപത്തിന്റെ പ്രതിച്ഛായയാണ് ഈ പ്രപഞ്ചം. അതാണ് ഉദ്ദേശിച്ചത്. നിഷ്പ്രപഞ്ചായ നമഃ, നിരാശ്രയായ നമഃ. ശരീരത്തെ ആശ്രയിക്കാത്ത ദേവിക്ക് നമസ്കാരം. ശരീരമുണ്ടെങ്കിൽ നാശമുണ്ടാകും. നമ്മൾ സങ്കല്പിച്ചു ഒരു ശരീരം ഉള്ളതുപോലെ സങ്കല്പിക്കുന്നു എന്നല്ലാതെ നമ്മുടെ ശരീരം ഇല്ലാന്ന് പറയാൻ കാര്യം നിറമില്ല, മണമില്ല, രൂപമില്ല. ശരീരമുണ്ടെങ്കിൽ അതിന് നാമം കൊടുക്കണം, രൂപമുണ്ടെങ്കിൽ നാമം, രൂപമില്ലാത്തതുകൊണ്ട് നാമവുമില്ല. അതാണ് ബ്രഹ്മം. അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു രൂപമായി സങ്കല്പിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ ശരീരമില്ല. നിരാശ്രയായ നമഃ, നിത്യശുദ്ധായ നമഃ. എന്നും പരിശുദ്ധിയായിരിക്കുന്നത് ദേവി. പരിശുദ്ധം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ആത്മാ. സത്യമായ വസ്തു എപ്പോഴും ശുദ്ധമായിരിക്കും. സത്യം എപ്പോഴും ശുദ്ധമാണ്. നിത്യബുദ്ധായ നമഃ, സദാ ജ്ഞാനസ്വരൂപിണിയായ ദേവി നമസ്കാരം. എപ്പോഴും ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യമായ വസ്തു എന്ന് പറയുന്നത് ജ്ഞാനം. ഇതാണ് സത്യമായ വസ്തു. 26ാമത്തെ തത്വമായ ബ്രഹ്മം, സത്യം. അത് മാത്രം മനസ്സിൽ അടിവരയിട്ട് നമ്മൾ ഓർമ്മിച്ചാൽ മതി. എല്ലാ ചോദ്യത്തിനും മറുപടി അവിടെ കിട്ടും. ഒന്നേ ഉള്ളൂ സത്യം, അത് ബ്രഹ്മം. അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ദേവതാ സ്വരൂപം. അത്രയേ ഉള്ളൂ. ഈ ആരാധനയെല്ലാം ബ്രഹ്മത്തിനാണ് പോയി ചേരുന്നത്. നിത്യശുദ്ധായ നിത്യബുദ്ധായ നമഃ, നിരവധ്യായ നമഃ. യാതൊരു ദോഷങ്ങളുമില്ലാത്ത ദേവിക്ക് നമസ്കാരം. ഒരു ദോഷവും ഇല്ല പറഞ്ഞാൽ ദേവി ആരാധന ചെയ്യുന്നത് കൊണ്ടും ദേവി ഭക്തനാണെന്ന് നമ്മൾ മനസ്സിൽ കരുതി ദേവി ഭക്തി കാണിക്കുന്നതോടും നമ്മുടെ മനസ്സിൽ നിന്നും ആ ദോഷങ്ങളെല്ലാം ഇല്ലാതാകുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക, ആവശ്യമില്ലാത്ത പ്രവൃത്തി ചെയ്യുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക, ഇതൊക്കെയാണ് ദോഷങ്ങളായിട്ട് ഭവിക്കുന്നത്. ഈ ദോഷങ്ങളൊന്നും ദേവിക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ ദേവി ഭക്തൻ എന്ന് പറയുന്നവർക്കും അത് ഉണ്ടാകാൻ പാടില്ല. നിരവധ്യായ നമഃ, നിരന്തരായ നമഃ. ഇടതടവില്ലാതെ എന്നും നിറഞ്ഞിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. നമുക്ക് ഒരു അവധിയും ഇല്ല. അവർക്ക് ഗുഡ് ഫ്രൈഡേ, മൺഡേ, തേഴ്സ്ഡേ ഒന്നും ദേവിക്ക് എന്നും ഭാവം 4:30 മണിക്ക് വരണം, തുറക്കണം, അടയ്ക്കണം, ഉച്ചയ്ക്ക് പോകണം, വൈകുന്നേരം വരണം, ആരാധന നടന്നുകൊണ്ടേയിരിക്കും. എന്ത് വന്നാലും ഒരിക്കലും അമ്പലത്തിന് അവധിയില്ല. കാരണം എന്താ? ഈശ്വരൻ സദാ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇരിക്കണം. 24 മണിക്കൂർ 24/7 365 എന്നൊക്കെ എഴുതി വെച്ച ബോർഡ്, ഇതൊക്കെ ഈശ്വര സ്വരൂപമാണത്. ഇന്ന് നമ്മൾ ആശുപത്രിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നും ഉള്ളതാണ്, ഇടതടവില്ലാതെ ഇരിക്കുന്നു. ഇന്നിടത്തെ ഉള്ളു, ഇന്നിടത്തില്ലാതില്ല. നേരത്തെ പറഞ്ഞ പോലെ മുണ്ടിൽ തുണിയില്ലാത്തൊരു സ്ഥലം പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈശ്വര സ്വരൂപം ഇല്ലാത്തൊരു സ്ഥലം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിരന്തരായ നമഃ, നിഷ്കാരണായ നമഃ. തനിക്ക് കാരണമായി വേറൊന്നില്ല. കാരണം തനിക്ക് കാരണമായി വേറൊന്നുണ്ടെങ്കിൽ അവിടെ ദ്വൈതഭാവം വരും. അദ്വൈതമാണ് നമുക്ക് ഹിന്ദുമതത്തിന്റെ തത്വം. ബ്രഹ്മം ഒന്നേ ഉള്ളൂ, രണ്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് തനിക്ക് കാരണമായിട്ടൊന്നും ഇല്ല. നിഷ്കളങ്കായ നമഃ, കളങ്കമില്ലാത്തവൾ ദേവിക്ക് നമസ്കാരം. കാരണം എന്താ? ഈശ്വര സ്വരൂപം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ആത്മാവ് തന്നെയാണ് ഈശ്വര സ്വരൂപം. ആത്മാവിന് കളങ്കമില്ല, മനസ്സിനാണ് കളങ്കമില്ല. ആത്മാവ് എന്നും പരിശുദ്ധമാണ്. നിരുപാധിയും ഉപാധികളില്ലാത്ത ദേവിക്ക് നമസ്കാരം. ഉപാധി എന്ന് പറഞ്ഞാൽ പരിമിതി. ദേവിക്ക് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇത് 30 പേര് വന്നു, 30 പേർക്ക് അനുഗ്രഹം ചെയ്തു, 31 അല്ലെങ്കിൽ നാളെ വാ, അങ്ങനെയൊന്നുമില്ല. 3000 പേര് വന്നാലും 3 ലക്ഷം പേര് വന്നാലും 3 കോടി ആളുകൾ വന്നാലും 3000 കോടി ആളുകൾ വന്നാലും എല്ലാവർക്കും അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കും ദേവി. ഒരു പരിമിതി ഇല്ലാത്തതാണ് ഈശ്വരാനുഗ്രഹം, ഈശ്വര സ്വരൂപം. പിന്നെ വേറൊന്ന് ഇന്ന ആൾക്കേ ഉള്ളൂ, ഇന്ന ആൾക്കേ ഇല്ല എന്നില്ല. ആ ഭേദബുദ്ധിയൊന്നും ഈശ്വരന്റെ മുമ്പിലില്ല. ശരിക്കും ആരാധന അതില്ല. സൗകര്യത്തിന് വേണ്ടി പല ക്ഷേത്രങ്ങളിലും ടിക്കറ്റ് വെച്ചുവിടുന്നു, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ വീട്ടിലിരുന്ന് മനസ്സ് ധ്യാനിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് കുലത്തിൽപ്പെട്ടാലും ശരി, ഏത് വംശത്തിൽപ്പെട്ട ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ഏജ്, സെക്സ്, റിലിജിയൻ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ആരാധനയിൽ നമുക്ക് അനുഗ്രഹം കിട്ടുന്നു. അതുകൊണ്ട് ഉപാധികളില്ലാത്തവൾ ദേവി. നിരീശ്വരായ നമഃ, തനിക്ക് മീതെ ഒരു ഈശ്വരനില്ല. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ മുകളിൽ കാണിക്കുന്നത് എന്താണ്? ഇതിന് മുകളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഒന്നുമില്ല, ഇവിടെ ദേവി ഇവിടെ ഇരിക്കുന്നു. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മളെക്കാളും താഴ്ന്ന സ്വരൂപമാണ് കാണുന്നത്. ഇങ്ങനെ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും വലുത് എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ മുകളിൽ കാണിക്കുന്നത്. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ മുകളിൽ, നമുക്ക് മുകളിൽ എന്നുള്ള അർത്ഥം. നിരീശ്വരൻ ദേവിക്ക് മുകളിലൂടെ ഈശ്വരൻ എന്ന് പറഞ്ഞില്ല. ദേവി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ദേവി ഇപ്പൊ ദേവന് മുകളിലുണ്ടോ എന്നുള്ള ചോദ്യം അത് വരരുത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അവിടെ ശിവൻ വിഷ്ണു എന്നുള്ള ഭേദങ്ങളൊന്നും ഇല്ല. ഒരു ശക്തി,
പവർ, സുപ്രീം പവർ, അതാണ് ഉദ്ദേശിക്കുന്നത്. നിരീശ്വരായ നമഃ, നീരാകായ നമഃ, രാഗമില്ലാത്തവൾ ദേവി. രാഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്. ദേവിക്ക് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. എന്നും വരുന്നു ലളിതാ സഹസ്രനാമം മുതൽ എന്നും പറയുന്നത് ഇവിടെ സ്നേഹം കൂടുതൽ, ഒന്നുമേ പറയുന്നില്ല അവനോട്, അതൊന്നും ദേവിക്കില്ല. രണ്ടുപേരും ഒരേപോലെ തന്നെ. ആരോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ആരോടും ഒരു വിദ്വേഷവും ഈശ്വരന് ഇല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എപ്പോഴും ആ ഒരു ക്വാളിറ്റി കൊണ്ടുവരണം. ആരോടും കൂടുതൽ അറ്റാച്ച്മെന്റും വേണ്ട, ആരോടും വിദ്വേഷവും വേണ്ട എന്നുള്ളതാണ് കാര്യം. ലൗകികത്തിൽ അങ്ങനെ പറ്റില്ല. എന്നാലും നമ്മളിത് കുറച്ചായിട്ട് മനസ്സിലാക്കിയ ആ മനസ്സിൽ വിദ്വേഷമെങ്കിലും കുറഞ്ഞു വരും. ഇതാണ് ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഈ രാഗമില്ലാത്തവൾ മാത്രമല്ല, രാഗമതന്യീനം, നമ്മുടെ ഉള്ളിലുള്ള അറ്റാച്ച്മെന്റിനെ ഇല്ലാതാക്കുന്നവൾ ദേവി. അപ്പൊ അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ദേവി ഭജനം ചെയ്ത ഉടനെ നമുക്ക് സ്നേഹമില്ലാതാവുമോ, ബന്ധമില്ലാതാകുമോ എന്നല്ല അർത്ഥം. ദേവി ഭജനം ചെയ്യുന്തോറും സത്യം എന്താണെന്നുള്ള ഉണർവ് വരുമ്പോൾ മനസ്സിലാകും ഇതെല്ലാം മായയിലുള്ളത്, ഇതെല്ലാം വിദ്യയാണ്, ഇരിക്കുന്ന പോലെ തോന്നും, നാളെ ഇല്ലാതാകും. ആ ചിന്ത മനസ്സിൽ വന്നാൽ തന്നെ 50% നമ്മൾ പാസ്സായി നടത്തും. ഇന്ന് അനുഭവിക്കുന്ന എല്ലാം ഇന്ന് കിട്ടി, ഈശ്വര അനുഗ്രഹം കൊണ്ട്. എന്തായാലും ഒരു പുതിയ സാരി കൊടുത്താലും ദേവിയുടെ അനുഗ്രഹത്തിൽ കിട്ടി പറഞ്ഞു. ഒരു ഭക്ഷണം കഴിച്ചാലും അതുപോലെ തന്നെ. എന്റെ സ്വന്തത്തിലൊരു അമ്മയുണ്ട്, അവർ മരിച്ചുപോയി. അവർക്ക് 30 രൂപ പെൻഷൻ. ഞാൻ പറഞ്ഞത് 25 വർഷം മുമ്പുള്ള കഥയാണ്. അപ്പൊ ഞാൻ പോയി ചോദിക്കും, പെൻഷൻ കിട്ടിയാൽ മമ്മി പത്മനാഭർ തന്ത പോസ്റ്റ്മാനല്ലേ കൊണ്ടുപോകുന്നത്, പത്മനാഭരാണ് കൊണ്ടുപോകുന്നത്. ഫോട്ടോ പോസ്റ്റ്മാൻ പത്മനാഭർ ചൊല്ലുവരാം, സീതാലക്ഷ്മി പണം കൊണ്ട് തുടരാ ചൊല്ലുവരാം. അപ്പത്താൻ വരുവനാ. ഈ 30 രൂപ വെച്ചുകൊണ്ട് 20 രൂപ ബാക്കി വെച്ച് സന്തോഷമായി ജീവിച്ച ഒരു അമ്മയാണ് പറയുന്നത്. വാങ്ങിയ ഉടനെ ഒരു 2 രൂപ 5 രൂപ കൊടുക്കും. അവർ വാങ്ങും, ഞാൻ പറഞ്ഞു കൊടുക്കും. പത്മനാഭർ തന്നു, അതാണ് പറയുന്നത്. എന്ത് കാര്യമല്ല, പത്മനാഭനായാലും ശരി, ദേവിയായാലും ശരി, ദേവനെ ഇഷ്ടദേവത, നിങ്ങളുടെ ഇഷ്ടദേവത ഏതാണോ ആ ദേവതയെ തന്നു എന്നുള്ള രീതിയിൽ മാത്രം അനുഭവിച്ചാൽ ഞാൻ എന്റേത് എന്നുള്ള ഭാവം അവിടെ ഇല്ലാതാകും. അതാണ് താല്പര്യം. നമ്മൾ തന്നെയാണ് വാങ്ങിച്ചത്. അല്ലാതെ ഇപ്പോൾ 3 ഡേയ്സിന് മുന്ന് പോലീസ് നമുക്ക് റിസൾട്ട് എത്തുന്നതല്ല, നമ്മൾ തന്നെ വാങ്ങിച്ചു. പക്ഷേ ഇത് വാങ്ങിക്കാനുള്ള ശക്തി, അവസരം, ഇത് കൊടുക്കാനുള്ള സന്ദർഭം, അതിനുള്ള ഭാഗ്യം ഈശ്വരനാണ് തന്നത്. വിചാരത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ വരുമ്പോൾ ഞാൻ എന്റെ എന്നുള്ള ഭാവം ഇല്ലാതാകും. അതാണ് ഈ അറ്റാച്ച്മെന്റ്. ആ രാഗത്തെ ഇല്ലാതാക്കുന്നത് രാഗമതന്യീനമാണ്. നിർമ്മതായീനമ, മതം, അഹങ്കാരം ഇതൊന്നും ഇല്ലാത്തവളാണ് ദേവി എന്ന് പറഞ്ഞാൽ. ദേവി ഉപാസന ചെയ്യുമ്പോൾ ഇതൊന്നും പാടില്ല എന്നർത്ഥം. എങ്കിലേ ലളിതാ സഹസ്രനാമം ജപിച്ചതിന്റെ ഫലം കിട്ടുകയുള്ളൂ. അത് നമ്മളായിട്ട് മാറ്റാൻ നിൽക്കേണ്ട, നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി, അത് ദേവി ചെയ്തോളൂ. അതാണ് മതനാശിന്യേനമ. നമ്മുടെ ഉള്ളിലുള്ള മതത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. നിർമ്മതായ നമഃ, മതനാശിന്യേ നമഃ, നിശ്ചിന്തായ നമഃ, ഉത്കണ്ഠയില്ലാത്തവൾ ദേവി, ആകുലതയില്ലാത്തവൾ ദേവി. നമുക്ക് എപ്പോഴും ചിന്തയാണ് അല്ലേ? 5 മിനിറ്റ് കിട്ടിയ ഉടനെ അടുത്ത് എന്ത് ചെയ്യാം, രാവിലെ എണീച്ച ഇന്ന് എന്ത് കറി വയ്ക്കാം. ലേഡീസിന്റെ എല്ലാവരും ഏറ്റവും വലിയൊരു കഷ്ടത. ഞാൻ പറഞ്ഞ ഒരു ടൈം ടേബിൾ എഴുതി വെച്ചോളൂ. ഞായറാഴ്ച ചെയ്യുന്നത്, തിങ്കളാഴ്ച ചെയ്യുന്നത്, ടൈം ടേബിൾ ഇട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്ത് ചെയ്താലും കഴിച്ചേ പറ്റൂ, വേറെ ഇല്ല. എന്നാലും രാവിലെ എണീച്ച ആദ്യത്തെ ജോലി മിക്കവരെല്ലാം വീടുകളിലുള്ളത്. ഞാനൊരു വീട്ടിൽ പെയിന്റ് ഗസ്റ്റായിട്ടിരുന്നു. എണീച്ച് പല തെറ്റുകൊണ്ട് അമ്മ ചോദിക്കും, എനിക്ക് എണ്ണ കുഴപ്പം വയ്ക്കണം. ആദ്യത്തെ ജോലി ഇതേ അവർ ചോദിക്കും. ഇതൊരു എല്ലാത്തിനും ഒരു ആകുലതയാണ്. എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊന്നും ദേവിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തീരുമാനം എടുക്കുക, അതുപോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്ത് വെച്ചാലും എന്ത് കഴിച്ചാലും എന്ത് നമുക്ക് അകത്ത് പോകണമെന്ന് വിധിയുണ്ടോ അതേ പോവുള്ളൂ. പിന്നെ എന്തിനായി പ്രശ്നം? ആകുലതയെ ഇല്ലാത്തവൾ ദേവി. നിശ്ചിന്തായ നമഃ, നിരഹങ്കാരായ നമഃ, അഹങ്കാരമില്ലാത്തവൾ ദേവി. ദേവിക്ക് ഒരു അഹങ്കാരമില്ല. ഒരു ദിവസം ഒന്ന് താഴെ പറയും, മുഴുവൻ പോലും പോയിട്ട് അമ്മ പോലും പോണ അമ്മ പോച്ചപ്പോഴും. ഇതൊക്കെ അബദ്ധമായിട്ട് പറയുന്ന കാര്യം. ഞാൻ ഇന്നലെ പറഞ്ഞു, കോപം, ദേഷ്യം ഇതൊക്കെ സാധാരണ മാമി. ദേവിക്ക് ഇതൊന്നുമില്ല. അപ്പൊ നമ്മൾ ദേവിയോട് ഉയർന്നില്ലെങ്കിൽ നമ്മളോടൊപ്പം ദേവിയെ താഴ്ത്താതെ ഇരുന്നുണ്ട്. ദേവിക്ക് കോപമൊന്നും വരില്ല. ഇവിടെ വന്നു പറയും, ശ്രീകണ്ഠേശ്വരി ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീകണ്ഠേശ്വരത്തിൽ പരമേശ്വരന് വരെ ദുർഗാദേവി വരെ എന്നുള്ള ചിന്തയുള്ളവർക്ക് അത് ബാധകമായിരിക്കാം. ആ ചിന്ത വേണ്ട.
അവിടെയും തൊഴണം ഇവിടെയും തൊഴണം, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അവിടെ പോയിട്ട് ഇവിടെ വന്നെങ്കിൽ ഇവര് ദേഷ്യപ്പെടും, അങ്ങനെ ഒന്നുമില്ല. അതൊക്കെ സാധാരണ മനുഷ്യർക്കാണ് അല്ലേ. നമുക്ക് പരിചയമുള്ളവർ അടുത്ത വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നത് എന്നാലും എന്നെ കാണാതെ പോയല്ലോ നമ്മൾ ചോദിക്കും. ഇങ്ങനെയൊന്നും അവര് ചോദിക്കും. ഇത് എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ കാണാതെ പോയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇവിടെ കയറാതെ പോയിട്ടുണ്ട്. എന്താണ് എന്താ പോയി കൈലാസനാഥ് പോയി പറഞ്ഞാൽ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അവിടെ ധൈര്യമായിട്ട് പറയാം, ദേവി അത് ചോദിക്കില്ല. ഇതെല്ലാം അതീതമാണ്, അഹങ്കാരമില്ലാത്തത്, എല്ലാം ഈശ്വര സ്വരൂപമാണ്. ഇതെന്തും ഇങ്ങനെ ഉപയോഗിച്ച് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനുള്ളിൽ ആ ഭാവം ആദ്യം അഹങ്കാരം കുറഞ്ഞു വന്നാൽ ഇതൊക്കെ നമുക്ക് നമ്മളെ മോൾഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഈ ലളിതാസഹസ്രം. അപ്പൊ ജനിക്കുമ്പോൾ ഓരോരുത്തരുടെ പദത്തിന്റെ താല്പര്യം മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മാറ്റം ഉണ്ടാകും. എക്സ്പീരിയൻസ് യാതൊരു സംശയമില്ല. അഹങ്കാരായ നിർമോഹായ മോഹമില്ലാത്തവൾ ദേവി. നേരത്തെ മോഹമൊക്കെ നമുക്ക് കാണല്ലേ, അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹം. 10 കിട്ടിയിൽ 100 മതിയെന്ന്, ശതമാകിൽ സഹസ്രം മതിയെന്ന്, 1000 പണം കയ്യിലുണ്ടാകിൽ അഖിലമാകിലും ആശ്ചര്യം എന്നത്. ഉദാഹരണത്തിന് ഞാനപ്പനെ പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ എന്ത് പ്രഭാഷണം ചെയ്താലും എങ്ങനെയെങ്കിലും 2 വരി അദ്ദേഹത്തിന് ഞാൻ കോട്ട് ചെയ്യും. ഞാൻ പറയുന്നതല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അത്ര സത്യമാണ്. അതുകൊണ്ടാണ് അതിന് ജ്ഞാനപ്പാനാന്ന് പേരിട്ടിരിക്കുന്നത്. അല്ലെ ഗുരുവായൂരപ്പൻ പറയുമോ, നിന്റെ വിഭക്തിയേക്കാൾ ഉദാഹരണത്തിന്റെ ഭക്തിയാണ് എനിക്ക് ഇഷ്ടം എന്ന് ഭഗവാനെ സർട്ടിഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ ജ്ഞാനപ്പൻ അത്രത്തോളം ഇതുള്ളതാണ്. അതുകൊണ്ട് ആ നിർമോഹായേ മഹാ മോഹനാശിനിയേ മഹാ, നമ്മുടെ ഉള്ളിലുള്ള മോഹത്തെയും ഇല്ലാതാക്കുന്നവൾ ദേവി. ദേവി ആരാധന കൊണ്ട് കുറച്ചായിട്ട് നമുക്ക് ആ മനസ്സിൽ ആ മാറ്റം വരും, പരിവർത്തനം വരും. തീർച്ചയായിട്ടും നാൾപ്പെടെ അത് നമുക്ക് ഒരുപക്ഷെ ഈ ജന്മത്തിൽ പൂർണ്ണമായിട്ട് സാധിച്ചില്ലെങ്കിലും ഇതെല്ലാം അസറ്റായിട്ട് അവിടെ ചേരും. ക്യാരി ഓവർ. ബാങ്ക് അക്കൗണ്ട് മാത്രമേ മരിച്ച അവര് മരവിപ്പിക്കുകയുള്ളൂ. ആ അക്കൗണ്ട് അംഗീകരിക്കും. എത്ര ജന്മം എടുത്താലും നമ്മുടെ അക്കൗണ്ട് അത് തന്നെയാണ്. അതിന് കിട്ടും ഇതെല്ലാം. ഇന്ന് ഈ ജന്മത്തിൽ കിട്ടുന്ന ഈ നോളജ് മുഴുവൻ നമുക്കത് പ്രയോജനം. അതുകൊണ്ടാണ് ചില കൊച്ചുകുട്ടികൾ എത്ര പെട്ടെന്ന് മനസ്സിലാക്കുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞ ഒട്ടനെ റിപ്പീറ്റ് ചെയ്യുന്നു. 3 വയസ്സ് കുട്ടി എത്ര ഭംഗിയായിട്ട് പഠിക്കുന്നു, എത്ര രാഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതൊക്കെ 2 വയസ്സ് 3 വയസ്സിൽ ആരും പഠിപ്പിച്ചാൽ വരില്ല. തറപ്പിച്ചു പറയാം, പൂർവ്വജന്മ വാസനയാണ്. കാരണം പൂർവ്വജന്മത്തിലും പുനർജന്മത്തിലും വിശ്വസിക്കുന്നതാണ് നമ്മുടെ ഹിന്ദു മതം. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടും. ദേവി ആരാധന കൊണ്ട് മനസ്സിലുള്ള അഹങ്കാരം ഇല്ലാതാകും. അതാണ് നിന്റെ അഹങ്കാരായ നമഃ, മോഹം മോഹ്യ നമഃ, മോഹനാശിന്യേ നമഃ, നിർമ്മമായ നമഃ, മമതയില്ലാത്തവൾ ദേവി. എന്റേതെന്നുള്ളതൊന്നുമില്ല. നമ്മൾ അവിടെ പോയിട്ട് അവിടെ വെച്ച് എന്തെങ്കിലും ഒന്ന് എടുക്കാം, തുടരുന്നത് അത് എന്റേതാണെന്നൊന്നും ദേവി പറയും. മമതയില്ല. നമുക്കെല്ലാം മമതയില്ല. ഞാൻ എന്റേതെന്നുള്ളത്. ഇങ്ങനെ ദേവി ആരാധന ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള മമത കുറേശ്ശെയായിട്ട് ഇല്ലാതാണ്. അതുകൊണ്ട് നിർമ്മതമായ മമത അന്വേ നമഃ, മമതയെ ഇല്ലാതാക്കുക. ഇപ്പൊ ഞാൻ എന്റേതെന്നുള്ള ചിന്ത വേണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മഹാമായ പ്രഭാവേണ സംസാരത്തിന് കാരണം എന്നാണ് ദേവി മഹാത്മ്യത്തിൽ പറയുന്നത്. ഞാൻ എന്റേതെന്നുള്ള ചിന്തയില്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ ഇരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് പൂർവ്വജന്മ ഓർമ്മ നമുക്ക് വരാത്തത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു എന്ന് എഴുതിയാൽ അറിഞ്ഞാൽ ആലോചിച്ച് നോക്കും, ഇന്ന് ഇവിടെ ഇരിക്കുമോ? അയ്യോ, അവിടെ 50 കോടി വെച്ചിരുന്നു, നേരെ അങ്ങോട്ട് പോകാൻ തോന്നുന്നു. അതാ ഡെലിവറി സമയത്ത് ഷടവായു എന്നൊരു വായു ഫോം ആവും. അത് ഒറ്റ അടി തലയിൽ അടിച്ചാണ് പുറത്ത് തള്ളുന്നത്. ആ അടിയിലാണ് പൂർവ്വജന്മ വാസന എല്ലാം പോകുന്നത്. അതുവരെ അതുണ്ടാകും. ഇപ്പൊ ഇരിക്കുന്ന നമ്മളെല്ലാം അടുത്തൊരു ജന്മം മോക്ഷം കിട്ടിയാൽ സന്തോഷം. അടുത്ത ജന്മം കിട്ടിയാൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും, ഞാൻ ആരായിരുന്നു, ഞാൻ എന്തെല്ലാം ചെയ്തു, ഇതെല്ലാം എനിക്ക് ഓർമ്മയുണ്ടാകും. അതാണ് ശിവാപരാധ ക്ഷമാപണ സ്തോത്രം അതിൽ പറയുന്നത്. ആദോ കർമ്മ പ്രസംഗ കലയതി വൃക്ഷം മാതൃവൃക്ഷം സ്ഥിതം മാം. ഞാൻ എന്തെല്ലാം അപരാധം ചെയ്തു. ഈ അവസ്ഥ ഉപയോഗമാണ്, നരകം വളരെ പ്രയാസമാണ്. ഗർഭത്തിലേക്ക് ശിശുവിന്റെ അവസ്ഥ. അപ്പൊ ആ അവസ്ഥയിൽ പറയുകയാണ്, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതിൻ്റെയൊക്കെ ശിക്ഷയാണ് അനുഭവിക്കുന്ന പരമേശ്വര, ഈ ജന്മത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് നല്ല കാര്യങ്ങൾ പറയണം, നല്ല വിഷയങ്ങൾ പറയണം. വീണാനാഥം എപ്പോഴും ആ കുട്ടി നല്ലതിനെ പറ്റി ചിന്തിക്കാനുള്ള നല്ലൊരു കുടുംബത്തിലാണ് നമ്മൾ കിടക്കുന്നത് ചിന്ത അതിന് ചെറുപ്പത്തിലേ വരുന്നുണ്ടാവും. എന്തുകൊണ്ട് വരുന്നു? പൂർവ്വജന്മ വാസന ഉള്ളതാണ്. ഓർമ്മ പോകും, എന്നാലും വാസന നമ്മളിൽ ഉണ്ടാവും. അത് കാലപ്പോക്കിൽ പ്രവൃത്തിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ ആരാധനയിൽ കിട്ടുന്ന ഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങളെല്ലാം എത്ര ജന്മം എടുത്താലും നമുക്കത് തുണയ്ക്കുന്നുള്ളതിൽ യാതൊരു സംശയവും. ധർമ്മമായ മമതാഹന്ത്രേ നമഃ, നിഷ്പാപായ നമഃ. പാപരഹിതയാണ് ദേവി. ദേവി ഒരു പാപവും ചെയ്തിട്ടില്ല. നമ്മുടെ ഉള്ളില് നമ്മൾ
നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന പാപങ്ങളെ ഇല്ലാതാക്കുന്ന പാപശമനം. ഞാൻ എന്ത് പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ, ദേവിയുടെ വാഹനമാണ് പൂരം, അല്ലേ? ദേവിയുടെ വാഹനമാണ് പൂരം എന്ന് എല്ലാവരും പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ പൂരം വന്ന കൂടുതൽ താമ്പ്രാണികൾ കാണിച്ച് കർപ്പൂരം കാണിക്കുമോ? അത് കയ്യിൽ കിട്ടുന്നിടത്ത് നിങ്ങൾ തന്നെ പറയും. ഞാൻ ഇന്നലെ ചെയ്തു പറഞ്ഞുകൊണ്ട് ലളിതാസനത്തിൽ നവാലയൊക്കെ നടത്തുന്ന ഇടുക്കിയതായി പോയി കുട്ടികളൊക്കെ ഇരിക്കുന്ന വീട് പൂജാറം പ്ലേ ചെയ്തപ്പോൾ ഇത്ര വലിയൊരു ചതുർപൂരം ഉടനെ തന്നെ കയ്യിൽ എന്ത് കിട്ടി അത് വെച്ച് അതിനെ മോക്ഷം പാപം തന്നെയാണ്. അതിന് ശിക്ഷ ഞാൻ അനുഭവിക്കണം. ഒരുപക്ഷെ ഞാൻ അടുത്ത പൂരമായി ജനിക്കുക, അത് കൈലാസനായി ജനിക്കുക, എന്നെ ഇതുപോലെ നശിപ്പിക്കുന്നത് മേബി നശീകരിക്കാൻ തയ്യാറായി ജനിക്കണം. എന്നാലും സന്തോഷമാണ്. കാരണം അതിന്റെ ജന്മം അതോടെ തീർന്നു. 84 ലക്ഷം പദവിയിൽ ഒന്നും തീരണ്ടേ? അത് കറക്റ്റായിട്ട് എന്റെ കൈ കൊണ്ടായിരിക്കും അതിന്റെ മോക്ഷം നമ്മൾ അങ്ങനെ വിഷയം ചെയ്യിക്കുക. ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് പാപം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പാപത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. എന്നാ പിന്നെ പേടിക്കേ വേണ്ട, എന്ത് വേണമെങ്കിൽ ചെയ്തിട്ട് ദുർഗാക്ഷേത്രത്തിൽ പോയി ഒരു 50 പൈസയായി 1 രൂപ കാണിക്കിട്ടാൽ മതി, എല്ലാം പോകും എന്ന് വിചാരിക്കേണ്ട. പാപം ചെയ്താൽ അതിന്റെ ഫലം അനുഭവിച്ചേ തീരും. എങ്ങനെ നമ്മൾ കടം വാങ്ങിയാൽ ആ കടം തിരിച്ചടയ്ക്കുന്നുവോ അതുപോലെ പുണ്യാപുണ്യ ഫലപ്രദായ നമഃ വരുന്നുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് പാപം എങ്ങനെ വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം ഡിലീറ്റ് ചെയ്ത് പോലെ ഇതിനുള്ള സമൂഹം പോകും. ആ പദം വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ഇപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മതി, പാപം അനുഭവിച്ചത്. അപ്പൊ എങ്ങനെ പാപശമനീയ നമഃ വന്നു? അത് അനുഭവിക്കാനുള്ള സമയത്ത്, അത് അനുഭവിക്കാനുള്ള ശക്തി, നേരിടാനുള്ള മാനസിക ശക്തി, സാമ്പത്തിക ഭദ്രത, ശാരീരിക യോഗ്യത, ഇതെല്ലാം നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടും. നമ്മൾ ഈസി ആയിട്ട് തന്നെ തരണം ചെയ്യുന്നത്. അതാണ് പാപശമനീയ നമഃ. നിഷ്ക്രോധായ നമഃ. കോപമില്ലാത്തവൾ ദേവി. നമുക്കും കോപമൊന്നുമില്ല, സന്ദേഹമില്ല. ക്രോധശമനീയ നമഃ. ആള് മുമ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക, കോപമില്ലാത്ത ആളാണെന്ന് ചോദിക്കരുത്. നിഷ്ക്രോധായ നമഃ, ക്രോധശമനീയ നമഃ. നമ്മുടെ ഉള്ളിലെ കോപത്തെ ഇല്ലാതെ. എന്തുകൊണ്ട് കോപത്തിന് ഇത്ര പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, കോപം വന്നു കഴിഞ്ഞാൽ നാം അല്ലാതാവും, അല്ലെ? എന്തു പറയുന്നു എന്നറിയില്ല. കൈ കിട്ടുന്നിടത്ത് എറിയും. അത് ഉണ്ടാക്കാൻ സാധിക്കുമോ? എറിഞ്ഞിട്ട് എന്താണ്? ദേഷ്യം വന്നു TV കൊണ്ടെടുത്ത് എറിഞ്ഞു. 40,000 രൂപ പോയി. ആരുടെ? കൈലാസനാഥൻ അറിയാതെ ഉടച്ചു. ആരെങ്കിലും കൊണ്ട് വാങ്ങി തരുമോ? ഞാൻ തന്നെ വീണ്ടും. അപ്പൊ കോപത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ശിക്ഷ നമുക്ക് തന്നെയാണ് കിട്ടും. നമ്മൾ അറിയില്ല, കോപം അറിയില്ല. കോപം വന്നാൽ എന്ത് ചെയ്യുന്നത് സാധാരണ പറയും, ഡൗൺ വേർഡ് കൗണ്ട് ചെയ്യാൻ പറയും നമ്മുടെ ഡോക്ടർമാരൊക്കെ ചോദിക്കുമ്പോൾ. കാരണം 1 2 3 4 5 6 ഈസി ആയിട്ട് എണ്ണാം. 100 99 98 ആകുമ്പോൾ സ്വല്പം ബ്രേക്ക് ചെയ്ത് ആ സമയത്ത് ഇത് മാറും. ശരിക്കും പറഞ്ഞാൽ കോപം വന്നു കഴിഞ്ഞാൽ എളുപ്പ വഴി മിണ്ടാതിരുന്നിട്ട് കുറച്ച് വിട്ടേക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അവരെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ, അതാണ് കാര്യം. എങ്കിലേ കോപത്തിന് കുറയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും മേലും കോപം കുറയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം താല്പര്യം. അതിനുള്ള അനുഗ്രഹം ദേവി തരണം. അതാണ് ക്രോധശമനീയ നമഃ എന്ന് നമ്മൾ അർത്ഥം. ദേവി, ഞാൻ എപ്പോഴും ദേഷ്യപ്പെടും, എന്റെ ദേഷ്യത്തെ ഇല്ലാതാക്കണം. എന്നാലും വരും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതെല്ലാം കേട്ട് ഇനി ഞാൻ ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് 7:20 അവിടെ പോയി ഒരു ആട്ടോയെ കൈ കാണിക്കും, ഒന്നും നിർത്തൂല. ഇപ്പൊ ഇങ്ങനെ തന്നെ നമ്മൾ അറിയാതെ വന്നു പോകും, അല്ലേ? വീട്ടിൽ പോയി കാളിയും മേലടിച്ചു, പെട്ടെന്നൊന്നും വരാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും. 10 മിനിറ്റ് എവിടെ പോയി കിടക്കും ചോദിക്കില്ല. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ് എന്ന് പറയുന്നത്. പക്ഷെ ഈശ്വരാരാധന ചെയ്യുന്നത് കൊണ്ട് ഇനി അവിടെ പോകുമ്പോൾ കാളിയും മേലടിപ്പ് നിർത്തിക്കില്ല, എവിടെയൊന്നും പറയില്ല. സത്യം ഒരാൾ പറഞ്ഞു, സാർ ചൊല്ലണം നനയ്ക്കുമ്പോൾ നീ കിട്ടുന്ന ഓർമ്മ പറഞ്ഞത് സാർ. അതാണ് വേണ്ടത് നമുക്ക്, അതാണ് വേണ്ടത്. അതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം തന്നെ. അതാണ് ഇത് ഡേ ബൈ ഡേ ഗ്രാജുവലായിട്ട് നമുക്ക് കിട്ടും. ആളഫിക്കണം. കാരണം നമ്മുടെ ജന്മജന്മാന്തരമായിട്ട് ഊരിപ്പോയ സ്വഭാവങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. പക്ഷെ കുറച്ചായിട്ട് നമുക്കത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിഷ്ക്രോധായ നമഃ, ക്രോധശമനീയ നമഃ, നിർലോഭായ നമഃ. ലോഭമില്ലാത്തവൾ ദേവി. ലോഭം എന്ന് പറഞ്ഞാൽ പിശുക്കെന്ന അർത്ഥം, അന്യന്റെ മുതലുള്ള ആഗ്രഹം എന്നർത്ഥം, ധനത്തിലും മദ്യാസക്തിയും, ഇതൊക്കെയാണ് ലോഭം വരുന്ന കാര്യം. ലോഭമില്ലാത്തവൾ ദേവി. അപ്പൊ പിന്നെ എനിക്ക് അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോകാന്ന് ചോദിക്കുന്നു പറഞ്ഞാൽ അർത്ഥം, അല്ലേ? നല്ല പട്ടുസാര എടുത്തോണ്ടിരിക്കുന്നു, എനിക്കിതൊരു പട്ടുസാര വാങ്ങിച്ചതാണ് ഒരു ദേവി പറയും. പറഞ്ഞാൽ അത് ദേവിയല്ല, സംശയമേ വേണം. ഞാൻ പറയും, ഒരിക്കലും ഒരു ദേവി ഒരു ദേവൻ ഇന്നത് വേണമെന്ന് ചോദിക്കില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു
അടുത്ത് വരാൻ ഹേയോപാതയെ വർദ്ധിതായ വരുന്നുണ്ട് പദം വന്നു. നിർലോഭായി നമഃ. ലോകമില്ലാത്തവൾ മാത്രമല്ല ലോകനാശിനി. നമ്മുടെ മനസ്സിലുള്ള ലോകത്തെ ഇല്ലാതാക്കുന്നവൾ ദേവി. അങ്ങനെ വരുമ്പോൾ എന്താണ്? നമുക്ക് എന്തുണ്ടോ അത് ഏറ്റവും when we have not what we like, we must like what we have. സിമ്പിൾ വേർഡിങ്സ് ആണ്, അർത്ഥവത്തായ വേർഡാണ്. എന്നെ ചോദിച്ച ഏറ്റവും വലിയ കാർ ലോകത്ത് ഏതാണെന്ന് പറഞ്ഞാൽ മാരുതി ആൾട്ടോ. ഞാൻ BMW നല്ലത് ഞാൻ പറയുന്നു, എനിക്ക് അതേ ഉള്ളൂ. എന്റെ വണ്ടി ആൾട്ടോ. സ്കൂട്ടറിൽ ഏറ്റവും വലുത് Access 125. അപ്പൊ എനിക്ക് അതൃപ്തി ഇല്ലല്ലോ. ഞാൻ മറ്റേ 1.4 ലക്ഷം ഇലക്ട്രോണിക് സ്കൂട്ടർ ഇങ്ങനെ നോക്കിയാലേ എനിക്ക് പ്രയാസമുള്ളൂ. എന്റെ ആവശ്യം നടക്കുന്നത് ഇത് തന്നെയാണ് നല്ലത്. നമുക്ക് എന്ത് കിട്ടിയോ അതിനെ വിരുമ്പിയത് കിടക്കില്ല എന്നാൽ ഇടത്തരയും വിരുമ്പ വേണ്ടും. ഈ ഒരു ടെൻഡൻസി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ദേവി ആരാധനയിലൂടെ എന്നത് യാതൊരു സംശയമില്ല. അതിനാണ് ഈ എക്സ്പ്ലനേഷൻ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിന്നും ലോകത്തെ ഇല്ലാതാക്കുന്നത് ദേവി. ലോകനാശിനി നിസംശയായ സംശയരഹിതയാണ് ദേവിക്ക്. ഒരു സംശയമില്ല. ചുമ്മാ അവിടെ പോയി ഫ്രണ്ടിൽ പോയി വേഷം കാണിച്ചൊക്കെ ദേവിക്ക് മനസ്സിലാവും ഇവ ആരാധന എങ്ങനെയാണെന്നുള്ളത്. ഒരു സംശയമില്ല. അത് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ സംശയത്തെ ഇല്ലാതാക്കി. സംശയം എന്നുള്ളത് വളരെ ഉപദ്രവം ചെയ്യുന്ന ഒരു അസുഖമാണത്. മരുന്നില്ലാത്തൊരു അസുഖം. സംശയം മാത്രം. ഈശ്വരകാര്യത്തെ പോലെ സംശയം വരും. ഞാൻ ഇത്രയും ചെയ്തു, എനിക്ക് അറിയാൻ കിട്ടുമോ എന്നുള്ള സംശയം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാലതാമസം ഉണ്ടാകും. നിങ്ങൾ പറഞ്ഞ മാതിരി അല്ലേ? അരിയിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചാൽ അതിനുള്ള സമയമെടുക്കും. മൂന്നാമത്തെ വിസിൽ 4ാമത്തെ വിസിൽ വന്നാലല്ലേ അതുവരെ വെയിറ്റ് ചെയ്യണമല്ലോ. അതേപോലെ അത് കാലതാമസം ഉണ്ടാകും. എന്തെങ്കിലും നടക്കുമോ സംശയമോ വിചാരിക്കും. പലർക്കും അങ്ങനെയാണ് പറ്റുന്നത്. ഇവിടെ ക്ഷേത്രത്തിൽ പോയി 12 ചൊവ്വാഴ്ച തെറ്റിപ്പൂ മാല ഇട്ടാൽ മകന്റെ കല്യാണം നടക്കുന്ന ഒരാൾ പറഞ്ഞു. 12 തെറ്റിപ്പൂ മാല ഇട്ടു, ഒരാഴ്ച നോക്കി നടന്നില്ല. ഇവിടെ വന്നു പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, മറ്റേ അമ്പലത്തിൽ പോകും, ജപന്തികാരം ഇവിടെ വളരെ വിശേഷമാണ്. ഇയാൾ 3 കാലം ജപന്തികാരം ഇടുമ്പോഴത്തേക്കും കല്യാണം നിശ്ചയമാവും. അപ്പൊ ഇവരെന്ത് വിചാരിക്കും? തെറ്റിപ്പുമാല പ്രയോജനമില്ല, ജപന്തിമാലയാണ് പ്രയോജനം. ആ ദേവിയാണ് ഏത് ദേവി? ഒരു ദേവിയൊക്കെ ഉള്ളൂ. അത് ആറ്റുകാൽ ദേവിയാകട്ടെ, ശ്രീകണ്ഠേശ്വര ദുർഗാദേവിയാകട്ടെ, ചക്കുളത്ത് ദേവിയാകട്ടെ, എന്ത് ചെങ്ങന്നൂർ ഭഗവതിയാകട്ടെ, ഇതൊക്കെ നമ്മൾ വെച്ച പേരുകളല്ലേ, നമ്മൾ വെച്ച സൃഷ്ടിയല്ലേ. ഓവർ ഒന്നേ ഉള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ തെറ്റിപ്പുമാല ഇട്ട് അവന്റെ സമയമെല്ലാം തെളിഞ്ഞ് വരുന്ന സമയത്ത് കാര്യം നടക്കും. അതിനു മുമ്പ് ധൃതി. അതാണ് ഈ സംശയം. ഇവിടെ പോയത് മറ്റേ ആൾക്ക് അവിടെ ജപന്തിപ്പുമാല ഇട്ടപ്പോൾ 3ാമത്തെ ആഴ്ച നടന്നു. അതുകൊണ്ടാണ് അയാൾ പറയുന്നത്. തെറ്റിദ്ധാരണയല്ല, വഴിതെറ്റിക്കുകയല്ല, അവരുടെ അനുഭവമാണ് പറയുന്നത്. ഉടനെ അങ്ങോട്ട് ചാടും. ഈ സംശയം വേണ്ട. ഈശ്വര വിചാരത്തോടെ ദൈവം എന്നെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി എന്ത് കാര്യം ചെയ്താലും 100% അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുന്നവൻ ദേവി. അതാണ് സംശയഗ്നി നമഃ. അടുത്തത് നിസ്തുലായേ നമഃ. സംശയഗ്നി നമഃ. നിർഭവായേ നമഃ. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം. സംസാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിലായതുകൊണ്ട് സംസാരം എന്ന് പറഞ്ഞാൽ തമിഴിലെ സംസാരമല്ല. തമിഴ് ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന അർത്ഥമുണ്ട് തമിഴിൽ. ഇവിടെ സംസാരം എന്ന് പറഞ്ഞാൽ ജനിച്ച് വളർന്ന് മരിച്ച് വീണ്ടും ഈ ഭവത്തെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞാൽ പുനർജന്മമില്ലാതെ, വീണ്ടും ഒരു ജന്മമില്ലാതെ നമുക്ക് മോക്ഷത്തെ നൽകുന്നവൾ ദേവി. മോക്ഷം എന്ന് പറഞ്ഞാൽ മോഹക്ഷയം മോക്ഷം. അത് പറയുമ്പോഴൊക്കെ ഞാൻ ഓർക്കും. ആ വാക്ക് പറഞ്ഞു തന്നതില്ല. മോഹക്ഷയം മോക്ഷം. ആ മോഹത്തിനെ ക്ഷയിപ്പിച്ച് മോക്ഷത്തെ നൽകുന്ന അർത്ഥം. അതുകൊണ്ട് നിർഭവായി നമഃ. ഭവനാശിനി നമഃ. നമ്മുടെ ഉള്ളിലുള്ള ആ സംസാരത്തിലുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതാക്കി നമുക്ക് ദേവിക്ക് സംസാരമില്ല. സംസാരമുള്ള നമ്മള്, സംസാരിയായ നമ്മളെ സംസാരത്തിൽ നിന്നും രക്ഷിച്ച് മോക്ഷത്തെ കൊടുക്കുന്നവൾ ഭവനാശിനി നമഃ. നിർവികൽപ്പായ നമഃ. വികല്പമില്ലാത്ത ദേവിക്ക് നമസ്കാരം. വിദ്യാസങ്കല്പമാണ് വികല്പം. വിദ്യാസങ്കല്പം ഇല്ലാതെ ഉള്ളതുപോലെ വിചാരിക്കുന്നത്, ഇതൊന്നും ദേവിക്കില്ല എന്നർത്ഥം. സത്യവസ്തുവായ ദേവി വികല്പങ്ങൾക്ക് ഇല്ല. കാരണം സത്യമല്ലേ, മിഥ്യയല്ലല്ലോ. ഈ ലോകമാണ് മിഥ്യ. കാണുന്ന എല്ലാ വസ്തുക്കളും മിഥ്യ. കാരണം ഞാൻ പറഞ്ഞ മാതിരി ഒരു സാധനവും നിരന്തരമായിട്ട് നമുക്ക് കിട്ടില്ല, ഉണ്ടാവില്ല. അല്ലെങ്കിൽ സാധനം ഉണ്ടാവും, അനുഭവിക്കാൻ ആളുണ്ടാവില്ല. എന്തെങ്കിലും ഒന്നും നടക്കും. കണ്ണാടിയുടെ എക്സാമ്പിൾ പറഞ്ഞു. ഒന്നീ പവർ കൂടും, അല്ലെങ്കിൽ കളഞ്ഞു പോകും, അല്ലെങ്കിൽ താഴെ വീണ് ഉടഞ്ഞു പോകും, അല്ലെങ്കിൽ കണ്ണാടി ഇരിക്കും, ബാക്കി പറഞ്ഞ ആളുണ്ട്.
ഉപയോഗിക്കുന്ന ആള് കാണാതായി. അപ്പൊ ഇതുകൊണ്ട് ഇതാണ് മിഥ്യ എന്ന് പറയുന്നത്. എന്നും സത്യമായ വസ്തുവായതുകൊണ്ട് അവിടെ മിഥ്യയല്ല. നിർവികൽപ്പായ നമഃ, നിരാബാധായ നമഃ, യാതൊരു ഭ്രമവും ബാധിക്കാത്തവൾ ദേവി. നമ്മൾ സാധാരണ ഒരു ചിപ്പി കണ്ടാൽ വെള്ളിയാണോ എന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒന്ന് കണ്ടാൽ കയറ് കണ്ടാൽ പാമ്പാണെന്ന് വിചാരിക്കും. ഈ വിചാരം ചിന്തയൊക്കെ നമുക്ക് അബദ്ധത്തിൽ വരുന്നതാണ്. പക്ഷേ ദേവിയുടെ സ്വരൂപത്തിന് ഇതൊന്നും ഇല്ല, ഒന്നും ബാധിക്കുകയില്ല, ഒരു സംശയം ബാധിക്കുകയില്ല. നിർഭേദായ നമഃ, ഭേദമില്ലാത്ത ദേവി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പണക്കാരൻ പാവം ഒന്നും അറിഞ്ഞില്ല, ഇങ്ങനെ ഉണ്ടെങ്കിലും എല്ലാവർക്കും അനുഗ്രഹിക്കുന്നവൾ ദേവി തന്നെയാണ്. ഭേദനാശിനി നമഃ, നമ്മുടെ ഉള്ളിലുള്ള ഭേദത്തെ ഇല്ലാതാക്കുന്നവൾ. ഭേദബുദ്ധിയോടുകൂടി മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഭേദബുദ്ധിയെ ഇല്ലാതാക്കുന്നവൾ ദേവി. ഭേദനാശിനി നമഃ, നിർനാശായ നമഃ, നാശമില്ലാത്തവൾ ദേവി. കാരണം എന്താ? സത്യമായ വസ്തുവാണ്. വളർച്ച ഉണ്ടെങ്കിലേ നാശം ഉണ്ടാവുകയുള്ളൂ, വളർച്ച ഇല്ലാത്തതുകൊണ്ട് നാശമില്ല. എന്നും ഒരുപോലെ ഇരിക്കുന്നത് ഈശ്വര സ്വരൂപം സത്യമായത്. നിർനാശായ നമഃ, നാശമില്ലാത്തവൾ ദേവി. മൃത്യുമദന്യേ നമഃ, മരണത്തെ നശിപ്പിക്കുന്ന ദേവിക്ക് നമസ്കാരം. അപ്പോ ലളിതാ സഹസ്രനാമം ചോദിച്ചാൽ മരിക്കില്ലേ? ഒട്ടൻ ചോദ്യം ആള് ചോദിച്ചിട്ടുണ്ട് എന്നോട്. ജനനത്തെയും മരണത്തെയും കുറിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതെല്ലാം ജനിച്ചതോ അതെല്ലാം മരണപ്പെട്ടേ പറ്റും. ലളിതാ സഹസ്രനാമം ജപിച്ചാലും മരിക്കും, ജപിച്ചില്ലെങ്കിലും. അപ്പൊ ഇവിടെ മൃത്യുമദന്യേ നമഃ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇനിയൊരു മൃത്യു ഉണ്ടാകാതെ നമ്മളെ രക്ഷിക്കും. മൃത്യു മരണം എന്ന് പറഞ്ഞാൽ ജീവൻ പോകുന്നത് മാത്രം മരണമല്ല. കണ്ണിന്റെ കാഴ്ച പോയി, അത് മരണം തന്നെയാണ്. ചെവിയുടെ കേൾവിശക്തി പോയി, മരണം തന്നെയാണ്. മരണം പല വിധത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ നിന്നല്ല നമ്മളെ രക്ഷിച്ച് മരണം അടുത്ത ജനനമുണ്ടെങ്കിലല്ലേ മരണം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷം ലഭിച്ചാൽ ഇനിയൊരു ജനനമില്ല, ഒരു മരണമില്ല. ആ മരണത്തെ ഇല്ലാതാക്കും. അത് മൃത്യുമദന്യേ നമഃ. നിഷ്ക്രിയായ നമഃ, കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ദേവിക്ക് നമസ്കാരം. കർമ്മങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യരാണ്, ദേവിക്ക് ഒരു കർമ്മവും ഇല്ല. ഉണ്ടോ? രാവിലെ കാപ്പി ഉണ്ടാക്കി പരമേശ്വരന് കൊടുക്കണം, ഊണുണ്ടാക്കി. ഞാൻ നേരത്തെ ചോദിച്ച മാതിരി പരമേശ്വരൻ ചായ മൈഡിയർ എന്ത് കറി വയ്ക്കണമെന്നും അതൊന്നും ദേവിക്കില്ല. നമുക്ക് സാധാരണ മനുഷ്യർക്ക് എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ ക്രിയകളിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നില്ല. അതുകൊണ്ട് അത് വേണം ഇത് വേണം എന്നുള്ള ചോദ്യം ഈശ്വരന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവുകയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ നമ്മുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ആരും ദേഷ്യപ്പെടില്ല. അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോകാ എന്ന് ഒരു ദേവനും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുക, എന്റെ മുമ്പിൽ വന്ന് പറയട്ടെ, നിങ്ങൾ അങ്ങനെ പറയണം. നിങ്ങളുടെ സ്വപ്നത്തിൽ വന്ന് എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് എനിക്കൊന്ന് സ്വപ്നം കണ്ടത്, ഞാൻ ഇവിടെ നോക്കുന്നത് എനിക്ക് സ്വപ്നം കണ്ടാലെന്ന് ദേവി ഒന്ന് പറയട്ടെ, ഇന്നത് വേണം. ഈ പേരുമെല്ലാം സാധാരണ മനുഷ്യൻ ദേവിക്കൊന്നും നിഷ്പരിഗ്രഹായ ഒന്നും തന്നെ സ്വീകരിക്കാൻ. നമ്മളാണ് മനുഷ്യരാണ് എന്തെങ്കിലും തന്ന വേണമെങ്കിൽ വേണം തോന്നും. ദേവിക്ക് ഒരിക്കലും ആർക്കൊന്നുമില്ല. നിഷ്പരിഗ്രഹായ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിസ്തുലായ, തുലനം ചെയ്യാൻ പറ്റാത്തവൾ ദേവി. തുലനം ചെയ്യാൻ പറ്റണമെങ്കിൽ രണ്ട് വസ്തു വേണം, അല്ലെങ്കിൽ എങ്കിലേ കമ്പാരിസൺ നടക്കുള്ളൂ. ഒന്നേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ കമ്പയർ ചെയ്യാൻ സാധിക്കും? ഇവിടെ ഒന്നല്ലേ ഉള്ളൂ, ശക്തി ഒന്നല്ലേ ഉള്ളൂ. രണ്ടെന്ന് പറഞ്ഞാൽ തീർന്നു. ഇവിടെ ദ്വൈതഭാവമായി ഹിന്ദുമതത്തിന്റെ ബേസേ അവിടെ പോയി. ഹിന്ദുമതത്തിന്റെ ബേസേ അദ്വൈതം, ഒന്നേ ഉള്ളൂ, രണ്ട് എന്നുള്ളത് ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്തിന് ഒന്നേക്കാൾ ഒന്നൊന്ന് തുലനം ചെയ്യാൻ സാധിക്കും? നിസ്തുലായ നമഃ, നീലചുഗരായ നമഃ, നീലനിറമുള്ള തലമുടിയോട് കൂടിയവൾ ദേവി. അപ്പൊ ഇതൊരു വിരോധാഭാസമായി തോന്നുന്നു. തലമുടി ഒന്നി കറുപ്പായിരിക്കും, അല്ലെങ്കിൽ ചുവപ്പായിരിക്കും, അല്ലെങ്കിൽ വെള്ളയായിരിക്കും. നീല നിറം ഇതുവരെ അങ്ങനെ ഒരു ഡൈ ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ബാക്കി പല കളറുണ്ട്, നീല നിറമില്ല. ദേവിയുടെ കേശം എന്താ നീല നിറം പറഞ്ഞാൽ, നീല നിറം എന്ന് ഉദ്ദേശിക്കുന്നത് ആകാശത്തിനെ ഉദ്ദേശിച്ച് ഈ വ്യാപ്തിയാണ് കാണിക്കുന്നത്. എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ്, ആകാശമില്ലാത്തൊരു തരം കാണാൻ പറ്റും. ഇത് ഞാൻ ഇവിടെ കന്യാകുമാരി പോയപ്പോ ആ മേഘം വന്ന് ശരിക്കും കടലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടായിട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പൊ അറിയാം വൃത്താകൃതിയിൽ ഇരിക്കുന്നു. അപ്പൊ ആ നീല നിറത്തിലെ വെള്ള മേഘം ഇങ്ങനെ മൂന്ന് റൗണ്ട് പോലെ ശരിക്കും ഇങ്ങനെ ഞാൻ എഴുതിയത് പോലെ നമ്മൾ വിചാരിക്കുന്നത് മഞ്ഞ് പൊങ്ങി വരുന്നുണ്ടോ, ശരിക്കും മേഘമാണത്. നീല നിറം കാണണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യാപ്തിയായിട്ട് നമുക്ക് ആകാശത്തെ കാണാൻ സാധിക്കുന്നത്. ഈശ്വര സ്വരൂപം എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ് താല്പര്യം. അതാണ് നീലചുഗരായ നമഃ എന്ന് പറയുന്നത്.
ഭംഗിയാർന്ന തലമുടി എന്ന അർത്ഥത്തിലും അതെടുക്കാം. നിരത്യയായ നമഃ, അതിവർത്തിക്കാൻ കഴിയാത്ത ദേവിക്ക് നമുക്ക് തനിക്ക് മീതെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് അതിവർത്തിക്കാൻ പറ്റാത്തത്. കാരണം സുപ്രീം പവറാണ്, അതിനു മുകളിലൊന്നും. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് വിധിയായത് തന്നെ. പിന്നെ അതിനുമേലൊരു സീനിയർ സുപ്രീം കോർട്ട് ഇതുവരെ ഇല്ല. നമ്മുടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് 26 തത്വമായ ബ്രഹ്മമാണ്. അതിന് മേലെ ഒന്നില്ല. നിരത്യായ നമഃ, ദുർലഭായ നമഃ, സുലഭമായി ലഭിക്കാത്ത ദേവിക്ക് നമസ്കാരം. അയ്യോ, അതെങ്ങനെ സുലഭമായി ലഭിക്കുക, ദുർലഭമായിട്ട് ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, ദുർലഭമായിട്ട് ലഭിക്കുന്നു എന്ന് പറഞ്ഞത് ഈശ്വര സാക്ഷാത്കാരം. അത് സുലഭമായി അത്ര പെട്ടെന്ന് കിട്ടുകയില്ല. വർഷങ്ങളോളം ജന്മങ്ങളോളം നമ്മളത് പാടുപെട്ട് ഈശ്വര വിചാരത്തിൽ നിന്ന് മാത്രമേ ആ സാക്ഷാത്കാരത്തെ മനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദുർലഭമായി നമഃ, ദുർഗമായി നമഃ, അടുക്കാൻ വിഷമമായ ദേവിക്ക് നമസ്കാരം. പറഞ്ഞാൽ ശുദ്ധമായ ഉപാസന കൊണ്ട് മാത്രമേ ദേവി ഭക്തൻ എന്ന് പറഞ്ഞ് ദേവിയുടെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ദുർഗമായി നമഃ, ദുർഗായി നമഃ. ദുർഗ എന്ന് പറഞ്ഞാൽ ദുർഗ ദുഃഖാർത്തി നാശിനി, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവർ ദുർഗ. ദുർഗമൻ ഒരു അസുരൻ, അസുരനെ വധം ചെയ്തതുകൊണ്ടും ദേവിക്ക് ദുർഗ എന്ന് പേരുണ്ട്. അതുകൊണ്ടാണ് ദുർഗ എന്നുള്ള പേര് വരുന്നത്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിലെ ദേവി ദുർഗാദേവി എന്ന് തന്നെയാണ്. നമ്മുടെ ദുഃഖത്തേക്ക് ഇല്ലാതാക്കുന്നവളാണ് ദേവി എന്നർത്ഥം. ദുർഗാദേവി. ദുഃഖഹന്ത്രേ നമഃ, ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവർ. ദുഃഖങ്ങളെ നശിപ്പിക്കും. അതിന്റെ അനുഭവം തന്ന്, അത് ശക്തിയും തന്ന്, അതിനെ നേരിടാനുള്ള കഴിവ് കിട്ടിയാൽ തന്നെ അതിന്റെ വീര്യം കുറയും. നമ്മളെ പേടിച്ച് ഈ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ശരിക്കും പറഞ്ഞാൽ ശാരീരികമായ അസ്വസ്ഥത കൂടും, പണച്ചെലവും മറ്റുള്ളവർ കഷ്ടമല്ലാതെ ഒന്നിനും ഒരു പോംവഴിയില്ല. എന്തെങ്കിലും ദുഃഖിക്കാതിരിക്കാൻ പറ്റില്ല. ദുഃഖം വരുമ്പോൾ ദുഃഖപ്പെടണം, കരയണം, കരഞ്ഞു തീർക്കണം, ഒക്കെ ശരി തന്നെയാണ്. സപ്രസ് ചെയ്യരുത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എത്ര വർഷം കഴിഞ്ഞാൽ പിന്നെയും ദുഃഖിക്കൊണ്ടേയിരിക്കുന്നത് ഒരു കാര്യവുമില്ല. അതിന് ഒരേ ഒരു വഴി നേരെ ഇങ്ങോട്ട് തിരിയുക. എപ്പോ മനസ്സിന് വിഷമമുണ്ടോ അടുത്തുള്ള അമ്പലത്തിൽ പോലെ പൂജാമുറിയിൽ പോവുക. അല്ലെങ്കിൽ എത്രയോ ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് പഠിച്ച് വായിക്കുക. ഒന്നുമില്ലെങ്കിൽ എന്റെ വീഡിയോ കാണാം. ദുഃഖം ഇല്ലാതാകുന്നത് അങ്ങനെ ഇങ്ങനെ 10 പേരെ കാണും. ദുഃഖഹന്ത്രേ നമഃ, സുഖപ്രദായ നമഃ. ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൾ മാത്രമല്ല, സുഖത്തെ കൊടുക്കുന്നവൾ ദേവി. എങ്ങനെ സുഖം വരും? ദുഃഖം മാറിയാൽ സുഖം ഓട്ടോമാറ്റിക്കായിട്ട് അല്ലേ? പ്രയാസം വളരെ പ്രയാസത്തോടെ വന്നു, ഇവിടെ വന്ന് നിന്നു, ഒരു അർച്ചന ചെയ്തു, ദൈവത്തെ തൊഴുതു, പ്രസാദം വാങ്ങിച്ചു, മനസ്സിനൊരു സമാധാനമായി. പറയുന്നുണ്ടോ ഇല്ലേ? അപ്പൊ അകത്ത് കയറുമ്പോൾ സമാധാനം ഇല്ല, പുറത്തിറങ്ങുമ്പോൾ സമാധാനം വരുന്നു. അതേ സുഖം. അപ്പൊ ദുഃഖത്തോടുകൂടി അകത്ത് വരുമ്പോൾ ദേവിയെ തൊഴുതപ്പോൾ അനുഗ്രഹത്തിൽ ആ ദുഃഖം മാറി നമുക്ക് സുഖം തന്നു. അതുകൊണ്ടാണ് മനസ്സിനൊരു സമാധാനമായി പോയി സുഖമായിട്ട് കണ്ടു. എല്ലാം മറന്നവിടെ നിൽക്കുന്നില്ല. ദുഃഖത്തെ മാറ്റി സുഖത്തെ നൽകുന്നവൾ ദേവി. സുഖപ്രദായ നമഃ, ദുഷ്ടദൂരായ നമഃ, ദുഷ്ടന്മാരിൽ നിന്നും ദൂരെ വർത്തിക്കുന്നവൾ ദേവി. ദുഷ്ടന്മാർ എന്ന് പറഞ്ഞാൽ 16 ദുർഗുണങ്ങൾ. അതാണ് ദുഷ്ടന്മാർ. ഈ ലോകത്തുള്ള ആളുകളെ ഒന്നും നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നില്ല. ശത്രു എന്ന് പറഞ്ഞാലും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നേബറോ അല്ലെങ്കിൽ സ്വന്തക്കാരോ ഒന്നുമല്ല. നമ്മുടെ ഉള്ളിലുള്ള 16 ദുർഗുണങ്ങൾ: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബം, ദർപ്പം, ഈർഷ്യ, അസൂയ, ഇച്ഛ, അഹങ്കാരം, രാഗം, ദ്വേഷം. 14 soldiers which is dominating human body. എല്ലാ മനുഷ്യ ബ്ലഡിലും ഊറിയ 14 പേരാണ്. അട്ടയമായി പിടിച്ചിരിക്കുകയാണ്, പോവില്ല. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും നമ്മളെ തള്ളി താഴെയിടുന്ന ഈ 14 പേരാണ്. ഇവനെ ഒന്ന് ഒതുക്കിയാൽ നമ്മൾ രക്ഷപ്പെടും. അവനെ ഒതുക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദുഷ്ടദൂരായി ആ ദുഷ്ടന്മാർ നമ്മളെ അകറ്റി നിർത്തുന്നവൾ ദേവി. ദോഷവർജിതായ നമഃ, കാമക്രോധാദി ദോഷങ്ങൾ ഇല്ലാത്തവൾ ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധങ്ങളെ ഇല്ലാതാക്കുന്നവൾ ദേവി. ദേവി ഉപാസന കൊണ്ട് അത് ക്രമേണ നമുക്ക് കുറഞ്ഞു വരും. സർവജ്ഞായ നമഃ, എല്ലാം അറിയുന്നവളാണ് ദേവി. അറിയാത്ത ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ പോയി നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ലിസ്റ്റ് ഓഫ് ഡിമാൻഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം അറിഞ്ഞു തന്നെ ചെയ്യുന്നവൾ ദേവി. സാന്ദ്ര കരുണായ നമഃ, അത്യന്തം കരുണാർദ്രയായ ദേവിക്ക് നമസ്കാരം. അമ്മയല്ലേ? അമ്മയോളം കരുണ ദയ കാണിക്കുന്ന ഒരു
ബന്ധവും ഉണ്ടാവില്ല. അതുകൊണ്ട് ദേവി സാന്ദ്രകൃതനായ സമാനാധിക വർജിതായ തനിക്ക് സമമായോ തനിക്ക് മീതെയായോ ഒരു ശക്തി ഇല്ലാത്തവൾ. ഈ പറയുന്നതെല്ലാം ബ്രഹ്മത്തെ കുറിക്കുന്ന ആളുകൾ. ദുർഗാദേവിയിൽ മാത്രമല്ല, പിന്നെ ദേവൻ അങ്ങനെ ശിവൻ അങ്ങനെ തോന്നൽ വരരുത്. ബ്രഹ്മം സുപ്രീം പവറിനെയാണ് മീൻ ചെയ്യുന്നത്. സർവശക്തി മലീനമാണ്, സമസ്ത ശക്തികളും തന്നിൽ. ദേവിക്ക് സാധിക്കാത്തതെന്ന് പറഞ്ഞ ഒന്നില്ല എന്നുള്ളത്, ഈശ്വരന് സാധിക്കാത്തതെന്ന് പറഞ്ഞ ഒന്നില്ല. അതുകൊണ്ടാണ് പല കഥകളും പറയുമ്പോൾ അസാധ്യമായ കാര്യങ്ങളെല്ലാം സാധിക്കാനായിട്ട് അത് വരുന്നത്. സർവമംഗളായ നമഃ, എല്ലാ മംഗളങ്ങൾക്കും നിദാനമായ ഒരു ദേവി. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. മംഗളം, എല്ലാ കാര്യങ്ങളും മംഗളമായി അവസാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ മംഗളത്തിനെല്ലാം മംഗളമായിരിക്കുന്നവൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നും ഇല്ല എന്നർത്ഥം. സർവമംഗളായ നമഃ. സദ്ഗതി പ്രദായ നമഃ, നമുക്ക് സദ്ഗതി നൽകുന്നവർ. എന്താണ് സദ്ഗതി? നല്ല ചിന്ത, നല്ല കാര്യങ്ങൾ. ശരിക്കുള്ള സദ്ഗതി എന്താ? മോക്ഷം. എല്ലാവരും അതാണ് കാണിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ ജനിച്ച് ഇനി മറ്റെല്ലാം 2 മാസത്തും 3 മാസത്തിൽ 2 സ്ഥിതി വന്നും ആരും ഇഷ്ടപ്പെടില്ലാതെ വരണമെന്ന് എല്ലാവർക്കും താല്പര്യം അത് തന്നെയാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണം. വി ഷുഡ് എക്വിപ്പ് അവർസെൽസ് ടു റിസീവ് ഇറ്റ്. തരാനുള്ള തയ്യാറാണ്, താങ്ങാനുള്ള യോഗ്യത നമുക്ക് വേണ്ടേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ ചിന്തയിലൂടെ നമുക്ക് ആ ഗതിയിൽ നമ്മൾ നയിച്ച് നമുക്ക് സദ്ഗതിയെ കൊടുക്കുന്നവൾ ദേവി സദ്ഗതി പ്രദായിനി. സർവമംഗളായ നമഃ, സദ്ഗതി പ്രദായ നമഃ, സർവേശ്വരിയെ നമഃ. എല്ലാവർക്കും അതീതമായി ഈശ്വരിയായിരിക്കുന്നവൾ ദേവി. അത് ആദിപരാശക്തി എന്ന് പറയാൻ കാര്യം ബ്രഹ്മത്തെയാണ്. അതിന് നിറവും മണവും ഇല്ലാത്തതുകൊണ്ട് ഒരു രൂപമായി സങ്കല്പിച്ച് ദേവി സ്വരൂപമായി നമ്മൾ പറഞ്ഞു. ബ്രഹ്മം പുരുഷ വേഷം ധരിച്ചാൽ ദേവൻ, സ്ത്രീ വേഷം ധരിച്ചാൽ ദേവി. അത്രയേ ഉള്ളൂ. സർവേശ്വരൻ സർവമയേ നമഃ, എല്ലാമായിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. പൂർണ്ണമായ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വര സ്വരൂപം. അത് സർവമയേ നമഃ, അതില്ലാത്തതായിട്ടൊന്നില്ല. സർവമന്ത്ര സ്വരൂപിണ്യേ നമഃ, എല്ലാ മന്ത്രങ്ങളുമായിരിക്കുന്നവൾ ദേവി. എത്ര മന്ത്രങ്ങളുണ്ടോ മന്ത്രങ്ങളെല്ലാം മന്ത്രങ്ങളിലുള്ള അക്ഷര രൂപത്തിലിരിക്കുന്നത് ദേവി തന്നെയാണ്. അതാണ് സരസ്വതി പറഞ്ഞ ദേവി. അതുകൊണ്ടാണ് നമ്മൾ സരസ്വതി പൂജയ്ക്ക് പുസ്തകങ്ങൾ പൂജിക്കുന്നത്. പുസ്തകങ്ങൾ ഓരോ അക്ഷരവും, അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയിക്കാത്തത്. ശരം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കണം, അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുക. ആറുള്ള എഴുത്ത് എത്ര പ്രാവശ്യം പലരും എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നു. അതിൻ്റെ ഒരു ശകലം വളരുകയോ അല്ലെങ്കിൽ മൂല ഒടിയുകയോ തേയുകയോ ചെയ്തിട്ടില്ല. അത് നശിക്കാത്തതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അക്ഷരമെല്ലാം ഈശ്വര സ്വരൂപം. അതുകൊണ്ടാണ് അക്ഷരം എന്ന് അതിന് പേര് വന്നത്. അതുകൊണ്ട് എല്ലാ മന്ത്രത്തിനും ഉറവിടമായിരിക്കുന്നവൾ ദേവി. സർവമന്ത്ര സ്വരൂപിണ്യേ നമഃ, സർവയന്ത്രാത്മികായേ നമഃ. മന്ത്രം, യന്ത്രം, തന്ത്രം. ഒരു ഈശ്വര സ്വരൂപത്തെ ആരാധിക്കാൻ ഒരു മന്ത്രം, മൂലമന്ത്രം. ദേവിയാണ്, ദേവിക്ക് ഒരു മൂലമന്ത്രം. വിനായകനാണ്, വിനായകരുടെ മൂലമന്ത്രം. വിഷ്ണുവാണ്, വിഷ്ണുവിന്റെ മൂലമന്ത്രം. ആ മന്ത്രത്തെ പൂർവ്വമായി ആരാധിക്കുമ്പോൾ അവർക്ക് ഇരിപ്പിടം കൊടുക്കണം, അല്ലേ? എല്ലാവർക്കും ആദ്യം നമ്മൾ പൂജ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആവാഹയാമി, ആസനം സമർപ്പയാമി. നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇരിക്കണം, പറയണം. അല്ലാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എത്ര മോശമായാലും അതിഥി ദേവോ ഭവ. ഇതൊക്കെയാണ് നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നത്. അമ്പലത്തിൽ പോയി അർച്ചന ചെയ്തുകൊണ്ട് മാത്രം ആരാധന ആവില്ല. നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്യണം. ഇഷ്ടമില്ലാത്ത ഒരാൾ തന്നെ ആയിക്കോട്ടെ, വന്നുപോയി വീട്ടിനകത്ത് ഇരിക്കും പറഞ്ഞിട്ട്. ഇഷ്ടമുള്ളവനാണെങ്കിൽ കാപ്പി സൽക്കാരം കൊടുക്കും, അല്ലെങ്കിൽ കാര്യം വന്നിട്ട് സ്ഥലം വിടുന്നത് പറഞ്ഞേക്കാം. അത് വേറെ വിളിച്ചു. പക്ഷെ നിർത്തി വെച്ചിട്ട് ചോദിക്കാൻ പാടില്ല. ആര് വന്നാൽ അകത്ത് വന്നാൽ ഇരിക്കും. കാരണം ആസനം കൊടുക്കുകയാണ്. അതിഥി ദേവോ ഭവ. ഇവിടെ ദേവി ആരാധിക്കുമ്പോൾ ദേവിക്ക് ഒരു ഇരിപ്പിടം കൊടുക്കണം. അതാണ് യന്ത്രം. ശ്രീവിദ്യാ മന്ത്രം, പഞ്ചദശാക്ഷര മന്ത്രം ഞാൻ ഇന്നലെ പറഞ്ഞു. 15 അക്ഷരങ്ങളോടുകൂടി അത് രഹസ്യമായ മന്ത്രമാണ്. അത് ശ്രീവിദ്യ ഉപാസന ചെയ്തവർ മാത്രമേ ആ മന്ത്രം ഉപദേശിക്കാൻ സാധിക്കൂ. ഏതൊരു മന്ത്രം ഒരാൾക്ക് ഉപദേശിക്കണമെങ്കിലും ആ മന്ത്രം അക്ഷരലക്ഷം അവൻ ജപിക്കണം. ശ്രീവിദ്യാ മന്ത്രം 15 അക്ഷരത്തോട് കൂടിയതെന്ന് പറഞ്ഞാൽ ആ 15 ലക്ഷം പ്രാവശ്യം ആ മന്ത്രം ജപിച്ചാൽ അവനത് സിദ്ധിയാകും. എങ്കിൽ മാത്രമേ അവൻ ഒരാൾക്ക് ഉപദേശിക്കാൻ പറ്റൂ. ഈ ഉപദേശം വാങ്ങിയവൻ 15 ലക്ഷം ജപിക്കണം, ഇല്ലെങ്കിൽ ഇവന്റെ പവർ പോകും. അതാണ് പലരും ഉപദേശിക്കാതെ അങ്ങ് കൊണ്ടുപോയത്. പക്ഷെ ഇന്നിപ്പോൾ അതന്നെ രഹസ്യമല്ല, പരസ്യമായി. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഗൂഗിളിൽ പോയി ശ്രീചക്ര എന്ന് അടച്ചു കഴിഞ്ഞാൽ സഹാക്കളോ എന്ന് പറഞ്ഞാൽ അതിലറിഞ്ഞൂടാ. അത് അക്ഷരലക്ഷമല്ല, ഒരുപാട് പ്രാവശ്യം ജപിച്ചതാണ്. എത്രയോ പേര് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ അതെല്ലാം പരസ്യമായി. ശരിക്കും രഹസ്യം ശ്രീവിദ്യാ മന്ത്രം, പഞ്ചദശാക്ഷര മന്ത്രം, ശ്രീവിദ്യാ യന്ത്രം,
ശ്രീവിദ്യ തന്ത്രം ശ്രീചക്ര പൂജയുടെ അതിന് 3 പ്രസ്ഥാനമുണ്ട്. മേരു പ്രസ്ഥാനം, കൈലാസ പ്രസ്ഥാനം, ഭൂപ്രസ്ഥാനം ഉണ്ട്. വലിയൊരു സബ്ജക്റ്റ്. ശ്രീചക്രമൊക്കെ ഇപ്പോൾ എടുത്താൽ നമുക്ക് അതിന് തന്നെ 10 ദിവസം വേണം പറയാം. ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗണപതിയാണ്. ഗണപതിക്ക് യന്ത്രമുണ്ട്. ദേവിയുടെ ആരാധന ഒരുപാട് യന്ത്രമുണ്ട്. ചണ്ഡിക യന്ത്രം പ്രത്യേകമുണ്ട്, ദുർഗയുണ്ട്, നവയോനി യന്ത്രം പ്രത്യേകമുണ്ട്. ഓരോ യന്ത്രം കളം വയ്ക്കുന്നില്ലേ, ഓരോ പൂജയ്ക്കും ഓരോ യന്ത്രമുണ്ട്. ആ യന്ത്രത്തിന് ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം വെച്ച് പൂജിപ്പിക്കാൻ ഒരു തന്ത്ര രീതിയുമുണ്ട്. എല്ലാ മന്ത്രങ്ങൾക്കും എല്ലാ യന്ത്രങ്ങൾക്കും എല്ലാ തന്ത്രങ്ങളും ഉറവിടമായിരിക്കുന്നത് ആ ബ്രഹ്മം. ലളിതാ സഹസ്രനാമായതുകൊണ്ട് അതിന് ദേവി. ഇതേ വേദിയിൽ ഇപ്പൊ സ്കന്ദപുരാണം പറയാൻ ഞാൻ ദേവിയെ പറ്റിയേ പറയില്ല. എല്ലാം മുരുകൻ മുരുകൻ എന്ന് പറയും. വിനായക പുരാണം പറഞ്ഞാൽ ഗണപതി അത് പറയും. ഇതേപോലെ വിനായക സഹസ്രനാമം അർത്ഥം പറയാം. അതിലെല്ലാം ദേവിയോ കൃഷ്ണോ ഒന്നുമില്ല. അവിടെ ഒരാളേ ഉള്ളൂ, വിനായകൻ. കാരണം എന്താ? ഏത് ഗ്രന്ഥം എടുക്കുന്നോ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ മൂർത്തിയെ ബ്രഹ്മമായി സങ്കല്പിച്ച് പറയുന്നതല്ലാതെ എല്ലാത്തിനും വസ്തുത ഒന്ന് തന്നെയാണ്. ഈ പദങ്ങളെല്ലാം അതിലും വരും. ഒരുപാട് പദങ്ങൾ അതിൽ വരും. സാധാരണ നമ്മൾ നമ്മൾ അർച്ചന ചെയ്യുന്നുണ്ട്. അയ്യപ്പ സഹസ്രനാമത്തിൽ ദേവിയിലും വരും. ഒരാൾ ചോദിച്ചു എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞു. ഈ ഹാഹാ ഹൂഹു എന്ന് പറഞ്ഞത് 2 ഗന്ധർവന്മാരാണ്. ഗന്ധർവന്മാർക്ക് ദേവി വരെ വിഷ്ണു വരെ ശിവൻ വരെ ഇല്ലല്ലോ, അല്ലേ? അപ്പൊ ഹാഹാ ഹൂഹു എന്ന ഗന്ധർവന്മാരാണ് ആരാധിക്കപ്പെട്ടവൻ, ആരാധിക്കപ്പെട്ടവർ, ആരാധിക്കപ്പെട്ടവൻ. ഇങ്ങനെ വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഈ ആരാധനയെല്ലാം അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏത് മന്ത്രം എടുത്താലും അതിന്റെ ഉറവിടം ദേവി, ഏത് യന്ത്രം എടുത്താലും അതിന്റെ ഉറവിടം ദേവി, ഏത് തന്ത്രമായാലും ദേവി. സർവമന്ത്രാത്മികായമ സർവയന്ത്രാത്മികായമ സർവതന്ത്രാത്മികായമ. മനോന്മന്യേ നമഃ. മനോന്മണിയായ ദേവിക്ക് നമസ്കാരം. യോഗശാസ്ത്രത്തിൽ മുദ്രയാണ് മനോന്മണി. കണ്ണടക്കിയോ തുറക്കുകയോ ചെയ്യാതെ ശ്വാസമടക്കി മനസ്സ് സങ്കല്പങ്ങൾക്കില്ലാതെ വർത്തിക്കുന്ന അവസ്ഥ. ഈ പകുതി എടുത്തിട്ട് ഇങ്ങനെ പത്മാസനത്തിലിരുന്ന് യോഗാഭ്യാസം ചെയ്യുന്ന ഒരു മുദ്രയ്ക്കാണ് മനോന്മണി എന്ന് പറയുന്നത്. അങ്ങനെ കുണ്ടലിനി ശക്തിയെ നമ്മൾ ഓരോ ആധാരമായിട്ട് എടുക്കുമ്പോൾ യോഗാഭ്യാസത്തിലുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അത്രയും മനസ്സിലാക്കാൻ സാധിക്കും. മഹേശ്വരി, മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ മഹാ ഈശ്വരൻ, അതാണ് മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സുപ്രീം നൃത്തം. അതിനുമേൽ ഒന്നില്ല എന്നർത്ഥം. ആ മഹേശ്വരന്റെ പത്നി ആയതുകൊണ്ട് മഹേശ്വരി, മഹേശ്വരന്റെ ശക്തി. പത്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാര്യ എന്നുള്ള അർത്ഥത്തിലല്ല, ശക്തി, ശ്രദ്ധ, ശക്തി എന്നൊക്കെ അർത്ഥം. മഹാദേവിയെ നമഃ. മഹാദേവി എല്ലാത്തിനും അതീതമായിരിക്കുന്നത്. അതിന് മീതെ ഒന്നില്ല എന്നർത്ഥം. മഹാദേവിയെ നമഃ. മഹാലക്ഷ്മി നമഃ. ഇതൊരു പര്യായ പദം. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ, ഐശ്വര്യത്തെ കൊടുക്കുന്നവർ എന്നർത്ഥം. ദേവിയുടെ അംശങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പല രൂപത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നു. മൃഡപ്രിയായ നമഃ. മൃഡൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. സത്വഗുണ സമ്പന്നനായ, സത്വഗുണ ആത്മനായ പരമേശ്വരൻ, പരമേശ്വരന്റെ പത്നി, അതാണ് മൃഡ. പരമേശ്വരന് പ്രിയമുള്ളവൾ. മൃഡപ്രിയായ നമഃ. മഹാരൂപായ നമഃ. മഹത്തായ രൂപത്തോട് കൂടിയവൾ ദേവി. മഹത്തായ രൂപം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. എത്ര കണ്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ഈശ്വര സ്വരൂപം. ഇവിടെ മഹാരൂപായ നമഃ. മഹാപൂജ്യായ നമഃ. മഹത്തുകളാൽ പൂജിക്കപ്പെടുന്ന ദേവി, എല്ലാവരും പൂജിക്കപ്പെടുന്നവർ. മഹാപാതകനാശിനിയ നമഃ. മഹാപാപങ്ങളെ ഇല്ലാതാക്കുന്നവൾ ദേവി. മഹാപാതകം 5 എണ്ണമാണ് പറയുന്നത്. 4 പറയും, പഞ്ചമഹാപാതകം എന്ന് പറയും. 4 എണ്ണം എന്താണ്? മോഷണം, മധുപാനം, കള്ളം പറയുന്നത്, ഗുരുപത്നിയോട് അപമര്യാദ. ഗുരുപത്നി എന്ന് പറഞ്ഞാൽ ആചാര്യന്റെ ഭാര്യ എന്ന് മാത്രം അർത്ഥമല്ല. സഹോദരന്റെ ഭാര്യ ഗുരുപത്നിക്ക് തുല്യം. താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീ ഗുരുപത്നിക്ക് സമാനം. അവിവാഹിതയായ സ്ത്രീ ഗുരുപത്നിക്ക് സമാനം. ഇതെല്ലാം ഗുരുപത്നിക്ക് സമാനം തന്നെയാണ്. ഇവരുടെ അപമര്യാദയൊക്കെ ഈ 4 മഹാപാതകങ്ങൾ. പറയുന്നത് 5. ഈ 5ാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ 4 എണ്ണം ചെയ്തവനെ കാണുകയോ സംസാരിക്കുകയോ അവൻ്റെ അടുത്ത് നിൽക്കുകയോ ചെയ്താൽ അത് നമുക്ക് ക്ഷയമുണ്ടാകും. ഇതാണ് 5ാമത്തെ പാഠം. നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ 5 പാപങ്ങളെ ഇല്ലാതാക്കുന്നവൾ ദേവി. മഹാപാതകനാശിന്യേ നമഃ. മഹാമായായേ നമഃ. മഹാമായയായ ദേവിക്ക് നമസ്കാരം. മായ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യമായ വസ്തുവിനെ മറിച്ച് നിത്യായ ലോകത്തെ സത്യം നമ്മൾ വിശ്വസിപ്പിക്കുന്നത് മായ. അതിലാണല്ലോ നമ്മളെല്ലാം അകപ്പെട്ടിരിക്കുന്നത്.
ആ മഹാമായയാണ് ദേവി. മഹാസത്വായ നമഃ. മഹാസത്വയാണ് ദേവി. സത്വം എന്ന് പറഞ്ഞാൽ ശക്തി എന്നർത്ഥം. മഹാശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാളും വലിയ ഒരു ശക്തി ഇല്ല. സുപ്രീം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മഹാശക്തി നമഃ. മഹാരത്യ നമഃ. പരമാനന്ദ സ്വരൂപിണിയായ ദേവിക്ക് നമസ്കാരം. പരമാനന്ദ സ്വരൂപിണി. പരമാനന്ദം മോക്ഷത്തിൽ കിട്ടുന്നതാണ് പരമാനന്ദം. അതാണ് ശരിക്കുള്ള ആനന്ദം. ബാക്കിയെല്ലാം ടെമ്പററി. ഇത് അതിനേക്കാൾ ഒരു ആനന്ദം ബാക്കിയില്ല. പരമാനന്ദം. മഹാരത്യ നമഃ. മഹാഭോഗായ നമഃ. മഹത്തായ സുഖത്തോടു കൂടിയവൾ ദേവി. ഭൂമിയെ പോലെ വിസ്താരമുള്ളവൾ എന്ന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്നും നിറഞ്ഞിരിക്കുന്നത്, എവിടെ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ. അവൾ അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ മഹത്തായ സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര വിചാരത്തിൽ നമുക്ക് കിട്ടുന്നതാണ് മഹത്തായ സുഖം. അതിനെ ഈക്വലായിട്ടൊന്നും ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് എന്നും ഒരേപോലെ നിരന്തരമായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് അതിൽ അതുപോലെ ഒരു ഭക്ഷണമായിക്കോട്ടെ, ചില ദിവസം നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായിരിക്കും. അതേ ഭക്ഷണം അടുത്ത ദിവസം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എരിവ് കൂടിയ ആ സുഖം കിട്ടുമോ? അതേ ആള്, അതേ പാത്രം, അതേ പ്ലേറ്റ്, അതേ വീട്, അതേ ആള് കഴിക്കുന്നത്. ഈ വ്യത്യാസങ്ങൾ വരും. ഇത് കാരണം ഇതെല്ലാം അനശ്വരമായ കാര്യങ്ങൾ. അത് അനശ്വരമായതുകൊണ്ട് ആ സുഖം എന്നും ഒരുപോലെ തന്നെ കിട്ടുന്നതാണ്. മഹാഭോഗായ നമഃ. മഹേശ്വര്യായ നമഃ. മഹാ ഐശ്വര്യമാകുന്ന ദേവിക്ക് നമസ്കാരം. ഐശ്വര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകണം. അത് അനുഭവിക്കാനുള്ള ആരോഗ്യവും അവസരവും ആയസ്സും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അത് ഐശ്വര്യപൂർണ്ണമാവുകയുള്ളൂ. അത് കൊടുക്കുന്നവൾ ദേവി. മഹാബലായ നമഃ. മഹത്തായ ബലത്തോട് കൂടിയവൾ ദേവി. ഞാൻ അതിന് മീതെ ഒന്നില്ല. എന്തും ചെയ്യാൻ കഴിവുള്ളതാണ് ഈശ്വര സ്വരൂപം. ഈശ്വരന് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. മഹാബലായ നമഃ. മഹാബുദ്ധിയെ നമഃ. മഹത്തായ ബുദ്ധിയുടെ ഉറവിടമാണ് ദേവി. ആ ദേവി സർവ്വബുദ്ധേഷു ബുദ്ധിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമഃ. ഈ ബുദ്ധി, മഹാബുദ്ധി, എല്ലാവരുടെയും ബുദ്ധിസ്വരൂപമായിരിക്കും ദേവി തന്നെയാണ്. നമ്മളത് വേണ്ട പോലെ ഉപയോഗിച്ചാൽ തമിഴ് വാക്ക് വന്നു. അതാണ് എന്റെ ഉപയോഗിച്ചാൽ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കത്തി അല്ലെ, അത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അത് അതിന്റെ ഉപയോഗം നല്ലതായിരിക്കും. അതിനെ വേറെ രീതിയിൽ ഉപയോഗിച്ചാൽ ആപത്തായി മാറും. അശ്രദ്ധ കൊണ്ട് കൈ തന്നെ അല്ലേ, അത് കത്തിയുടെ കുഴപ്പം കൊണ്ടല്ല. നമ്മൾ എന്ത് പറയും? പിച്ചാത്തി കൊണ്ടെന്ന് പറയുന്നു. പിച്ചാത്തി അല്ല കൊണ്ടത്. നമ്മൾ കൈ പിച്ചാത്തി കൊണ്ട് ആർത്തത്. നമ്മള് കുറ്റം പിച്ചാത്തിക്കേ പറയൂ. നേരത്തെ പറഞ്ഞ കഥൽ കൂട്ടി, മുള്ളു കൊണ്ടു, കുപ്പിച്ചില് കൊണ്ടു, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പറയുന്ന വാക്കുകൾ. ആലോചിച്ച് നമ്മൾ കുപ്പിച്ചില് നമ്മൾ കാലിൽ കൊണ്ടോ, കാല് കുപ്പിച്ചിലിനെ ചവിട്ടിയോ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. കുറ്റം ആരുടെയാണ്? എവിടെയോ കിടക്കുന്നു. കുപ്പിച്ചിലായാലും നമ്മൾ അശ്രദ്ധമുണ്ട്. അത് പോട്ടെ, അത് മിണ്ടാതെ ഒരു സ്ഥലത്ത് കിടക്കുന്നു. അതുപോലെ കഥവ് എത്രയോ വിചാരിച്ച് സ്ക്രൂമാണ് വെച്ച് മുറുക്കി വെച്ചിരിക്കുകയാണ്. ഇനി പിന്നീടും ശത്രുക്കളിൽ നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കഥവ്. അത് നമുക്ക് നന്മയാണ് ചെയ്യുന്നത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് തല കൊണ്ട് അത് ഇടിച്ചിട്ട് മുഴ വരുമ്പോൾ ചോദിക്കുന്ന കഥക് മുട്ടിയെന്നേ പറയുള്ളൂ. എന്റെ തല കഥക് ഇടിച്ചു. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ 50-75% ഒരു പാസ്സായി. തെറ്റ് നമ്മുടെ പേരിൽ വെച്ചുകൊണ്ട് നമ്മൾ അവരെ പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ എല്ലാം ഈശ്വര തോന്നുന്നൊക്കെ ആളുകൾ പറയുന്നത്. അതൊന്നുമല്ല വാസ്തവം. അതുകൊണ്ട് ഈ ബുദ്ധിയെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം. എല്ലാ ബുദ്ധിയും നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. മഹാബുദ്ധിയെ നമഃ. ഈശ്വര വിചാരത്തോടെ ഇരിക്കുന്നവൻ തീർച്ചയായിട്ടും അവന്റെ ബുദ്ധി സദ്ബുദ്ധിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഇരിക്കണം. ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇരിക്കണം. എങ്കിലേ കാണിച്ച ഭക്തിക്കും ജപിച്ച ലളിതാ സഹസ്രനാമത്തിനും ചെയ്ത പൂജയ്ക്കും പ്രദക്ഷിണത്തിനും നമസ്കാരത്തിനുമൊക്കെ അർത്ഥം കിട്ടുകയുള്ളൂ. കാരണം ഏത് കാര്യം ചെയ്താലും വൃത്തിയായിട്ടിരിക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം അവസാന ദിവസത്തേക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ പറയാം. ഈ നമസ്കരിക്കുമ്പോൾ ഒരു കാലിന്റെ പുറത്ത് വേറെ കാലം വെച്ച് നമസ്കരിക്കുന്ന ഒരു പദ്ധതി ധാരാളം ആളുകൾ ചെയ്യുന്നു. നല്ലതാണ്. നമസ്കരിക്കുമ്പോൾ അങ്ങനെ നമസ്കരിക്കാം. ഏത് കാലിന്റെ പുറത്ത് വെക്കണം, അതിനാണ് ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് ആദിശങ്കർ പറഞ്ഞു വിഹിത മഹിതം വാ സർവവേദക്ഷമസ്വ ജഗരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. വിഹിതം അവിഹിതം, ഡു ആൻഡ് ഡോണ്ട്. നമസ്കരിക്കണം വിഹിതം. കാലിന്റെ പുറത്ത് കാല് വെച്ച് നമസ്കരിക്കുന്ന വിഹിതം. അവിടെ കാല് മാറ്റി വെച്ചാൽ അത് അവിഹിതം. എപ്പോഴും വലതുകാൽ അടിയിലും ഇടതുകാൽ മുകളിലും ഇരിക്കണം. ഇതൊന്നും വേണ്ട. രണ്ട് കാലം ഒരേപോലെ പാരലായിട്ട് നമസ്കരിച്ചാൽ ഈ പ്രശ്നമേ ഇല്ല.
അപ്പോഴും ദേവി അനുഗ്രഹിക്കും. ദേവി ഇങ്ങനെ നോക്കൂല, കാലിന്റെ പുറത്ത് കാല് വെച്ചിട്ടുണ്ടോ എന്ന് അനുഗ്രഹം, അല്ലെങ്കിൽ എന്നൊന്നും ദേവി പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നു. ആര് വന്നാലും വന്ന് നമസ്കരിച്ചാലും നമസ്കരിക്കും, തൊഴുതാലും തൊഴിലേക്ക് ആ കൈ ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു സമയത്ത് ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുമില്ല. പിന്നെ എങ്ങനെ കോപം, ദേഷ്യം, വേദം വരും, എല്ലാവരും അനുഗ്രഹിക്കും. കാലിന്റെ പുറത്ത് കാല് വെക്കുകയാണെങ്കിൽ വലത് കാലിന്റെ പുറത്ത് ഇടത് കാല് വെക്കണം. എന്തിന്? ഈ വലത് എന്ന് പറയുന്നത് കർമ്മത്തിനെയും ഇടത് എന്ന് പറയുന്നത് ജ്ഞാനത്തിനെയും. കർമ്മം അടിയിൽ, മുകളിൽ ജ്ഞാനം. എങ്കിലേ സത്യമായ വസ്തു എന്തെന്ന് മനസ്സിലാക്കുള്ളൂ, കർമ്മങ്ങൾ കുറയുള്ളൂ. സാധാരണ 100 പേർ നമസ്കരിച്ചാൽ 95 പേരും വലത് കാലാണ് മുകളിൽ വെക്കുന്നത്. ഞാനിവിടെ സഹസ്രനാമ ജപത്തിന് പണ്ട് വരുമ്പോൾ ഇവിടെ ഒരാൾ ഒരു ദിവസം നമസ്കരിക്കും. അപ്പൊ അന്ന് വൈകുന്നേരം ഞാൻ നിന്ന് അവർക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുതെന്ന്. അടുത്ത ദിവസം മുതൽ എൻ്റെ മുമ്പിൽ നമസ്കരിച്ച് ശരി തന്നെയെന്ന് ചോദിച്ചിട്ട് പോയത്. ഈ ക്ഷേത്രത്തിൽ നമുക്ക് സംഭവമാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള അബദ്ധം. അതുകൊണ്ട് പരിപൂർണമായ ഫലം നമുക്ക് സിദ്ധിക്കുക. അതാണ് അവിഹിതം. ഇതുപോലെ ഒരുപാടുണ്ട്. പൂജാമുറി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവസാന ദിവസം പറയാം, ഒരു അരമണിക്കൂർ അതിനുവേണ്ടി മാറ്റി വെക്കാം. വിഹിതം അവിഹിതം ആ ഒരു വാക്ക് വെച്ചുകൊണ്ട് 2 ദിവസം സംസാരിക്കാം. അത്രയും കാര്യങ്ങൾ പറയാനുള്ളത്. അതെല്ലാം പുറത്തെ രക്ഷിക്കണേന്നാണ് ആദിശങ്കരൻ കാര്യത്തിൽ പറയുന്നത്. വിഹിതം അവിഹിതം വാ സപ്പമേതക്ഷണസ്വാ കലരമൃതം വാ കായജം കർമ്മജം വാ ശ്രവണനൈനജം വാ മാനസം വാ അപരാധം വിഹിതം അവിഹിതം വാ സപ്പമേതക്ഷണസ്വാ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഒരുപാട് അബദ്ധം കാണിക്കും. അതെല്ലാം പുറത്ത് രക്ഷിക്കണം. ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ പാപം, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ പാപം. അതാണ് വിഹിതം അവിഹിതം. അപ്പോ ഈ ബുദ്ധി നല്ല ബുദ്ധിയായിട്ട് ആരാധന ശരിക്കും നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും സദ്ബുദ്ധിയുള്ളവരായിട്ട് തന്നെ വരുന്നതാണ്. മഹാബുദ്ധിയിൽ മഹാസിദ്ധിയിൽ മഹാസിദ്ധിയായ ദേവിക്ക് നമസ്കാരം. ദേവിയെ സാക്ഷാത്കരിക്കുക, അതാണ് സിദ്ധി. അഷ്ടസിദ്ധികൾ പറയും. അണിമ ഗിരിമ അല്ല, അഷ്ടസിദ്ധികൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മന്ത്രം ഉച്ചരിച്ച് ലളിതാ സഹസ്രനാമം ഭക്തിയോടെ നമ്മൾ ജപിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ആ മന്ത്രം നമുക്ക് സിദ്ധിയാകും. പണ്ട് കാലത്ത് ഈ കൊതി വന്നാൽ അതിന് ഓടുന്ന ആളുകളൊക്കെ ഉണ്ട്. അതുപോലെ ഉടുക്ക് എടുക്കുന്നത് പണ്ട് കാലത്ത് അമ്മമാരുണ്ടായിരുന്നു. അവരെല്ലാം പറയും ആദ്യം നേരം ഊഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ തടവിയാൽ നമ്മുടെ കൈ വേണ്ടിയിരിക്കുന്ന ഉടുക്ക് പോകില്ല. അവർ തടവിയ ഉടുക്ക് പോകും. എൻ്റെ അമ്മയുടെ അപ്പച്ചി ഉണ്ടായിരുന്നു. കണ്ണിൽ പൊടി വീണ ഇനി ഇരിക്കാൻ പറയുന്നു. മുറുക്കിൽ ഒരു വെണ്ണ എടുത്ത് ഇങ്ങനെ തടവെ പൊടിയെടുത്ത് കയ്യിൽ തരും. ഞാൻ കണ്ണിട്ടുള്ളതാണ്. ഞാൻ മന്ത്രം ചോദിച്ചു, പറഞ്ഞു തരുന്നില്ല. നീയൊക്കെ ഗായത്രി കൊണ്ട് നടക്കുകയല്ലേ, ഞങ്ങൾക്ക് പറഞ്ഞു തരുമല്ലോ. ഞാൻ പറഞ്ഞു തരുന്നില്ല. അമ്മ മരിച്ചു, അതോടെ അവർ പോകും. മന്ത്രവും. അതുപോലെ ജാൻഡീസ് വന്നു കഴിഞ്ഞാൽ 2 നീടിലെടുത്തിട്ട് ഒരു ചിരട്ടയിൽ വെള്ളം വെച്ച് അതിങ്ങനെ എന്തോ പറഞ്ഞ് ഇങ്ങനെ ഇറക്കും. ഇവരിങ്ങനെ ഇട്ടിട്ട് അതുകൊണ്ട് പോയി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ അത്രയും മഞ്ഞപ്പൊടി തൂകിയ പോലെ ഇരിക്കും. അടുത്ത ദിവസം വരുമ്പോൾ അവിടെ മഞ്ഞ കളർ കുറഞ്ഞിരിക്കും. ഇവിടെ പാലസില് മഹാരാജാവിന് ഇങ്ങനെ പ്രശ്നം വന്നപ്പോൾ പോലും ഈ അപ്പച്ചയാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ടോ എങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ വരുന്നു, മഞ്ഞപ്പൊടി തൂകിയ പോലെ ഇരിക്കും. അതിന് അമ്മാന്തം സിദ്ധിയായി. അച്യുതാനന്ദ നാമോത്സവം കേട്ട് നശ്ചിത ചരണാപ്രകാരം സത്യം സത്യപദം ഇതാണ് അവർ പറയുന്നത്. ഇനി എങ്ങനെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഓടി ഇറക്കുമ്പോൾ അവരുടെ മുറിയിൽ ചെടി വെച്ചിരിക്കുന്നു. അവരറിഞ്ഞില്ല, പതുക്കെ നോക്കി. അതേ അബദ്ധമാണ്. അപ്പൊ നമ്മൾ ഇതാണ് മന്ത്രമല്ലേ, ജയ അച്ഛൻ ചൊല്ലപ്പെടാതെ. പിന്നെ എല്ലാവർക്കും അവർ മരിച്ചു. നമ്മൾ അച്യുതാനന്ദ ഗോവിന്ദ നാമോത്സവം അവിടെ നശ്ചിത ചരണാപ്രകാരം സത്യം നമ്മൾ സഹസ്രാന്ത് ജപിക്കുന്നുണ്ട്. നമ്മൾ ജപിച്ചാൽ അത് ഇത്രയേ ഉള്ളൂ. അവരതിനെ അനുസന്ധാനം ചെയ്ത് അക്ഷരലക്ഷ്യം ജപിച്ച് അതിനെപ്പറ്റി തർപ്പണം കാര്യങ്ങൾ ഒരുപാട് പൂജാവിധികളൊക്കെ ഉണ്ട്. അത് ഉപദേശം വാങ്ങണം, ഗ്രഹണ സമയത്ത് ഉപദേശം വാങ്ങണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കത് സിദ്ധിയായി. അതാണ് സിദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ മന്ത്രങ്ങളെയും സിദ്ധിയായി കൊടുക്കുന്ന ദേവിയായതുകൊണ്ട് മഹാസിദ്ധേശ്വരി മഹാസിദ്ധിയെ മഹായോഗേശ്വരിയെ ഈശ്വരനോട് ഐക്യം പ്രാപിക്കാൻ അനുഷ്ഠിക്കുന്ന യോഗമാണ് മഹായോഗം. ജീവപരമായി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ആധാരമായി തന്നെ കൊണ്ടുവന്ന് സഹസ്രാരത്തിൽ കൊണ്ടുവന്ന് ആ സമാധിയുടെ സമയമാകുമ്പോൾ കവാലം പിളർന്ന് ഒരു മിന്നൽ പിണർ പോലെ വിട്ടവഴിയിൽ ജീവൻ പോകും. അതാണ് ജീവപരമൈക്യം. മഹാതന്ത്രായ നമഃ. നേരത്തെ പറഞ്ഞ മഹാതന്ത്ര മഹാമന്ത്രായ മഹായന്ത്രായ നമഃ. മഹാസനായ നമഃ. പരമമായ ആസ്ഥാനമുള്ളവൾ ദേവി. പരമമായ ആസ്ഥാനം എന്ന് പറയുന്നത് ദേവിയുടെ ദേവന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഭക്തന്റെ മനസ്സാണ്. അവയോട് ചോദിച്ചു ഏറ്റവും വലുത് ഏതാണ്? പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ വന്നു
തമിഴിലാണ് ഞാൻ പറയാൻ മനസ്സിലാവുന്നത്. ഇത് പെരുത്, പെരുതിലും പെരുത് ഉലകം പെരുത്. ഈ ലോകമാണ് ഏറ്റവും വലുത്. ഉലകമോ ആദിശേഷന് തലയിൽ അടക്കം. ആദിശേഷൻ ഏറ്റവും വലുത് ലോകം. ഈ ലോകത്തെ താങ്ങുന്ന ആദിശേഷന്റെ തല. അപ്പൊ ആദിശേഷന്റെ രൂപം ഇത്രയും വലുത്. ആദിശേഷനോ ഉമയവൾ ചെറുവിരൽ മോതിരം. പാർവതിയുടെ ചെറുവിരലിന്റെ മോതിരമാണ് ആദിശേഷൻ. അപ്പൊ ചെറുവിരലോ എത്രയായി? ഈ ഉമയവളോ ഈശ്വരൻ ശരിവാദി. അതെങ്ങനെയാണ് അർദ്ധനാരീശ്വരൻ വന്ന് അതിനൊരു കഥയുണ്ട്. അത് ശ്രീകണ്ഠാന്ത ശരീരമാണെന്ന് പദത്തിൽ നോക്കാം. അപ്പോ വലുത് ലോകം, ലോകത്തെ താങ്ങുന്ന ആദിശേഷൻ അതിനേക്കാളും വലുത്. ആദിശേഷൻ പാർവതിയുടെ കയ്യിലുള്ള മോതിരം. പാർവതിയോ പരമേശ്വരന്റെ പകുതി. ഈ പരമേശ്വരനോ ഭക്തന്റെ ഉള്ളിൽ അടക്കണം. അപ്പൊ ഏറ്റവും വലുത് ഏതാണ്? നമ്മുടെ മനസ്സാണ്. അതാണ് ചന്ദ്രകല. ശിവന്റെ തലയിൽ ചന്ദ്രകല ഈ ചന്ദ്രന്റെ കലയല്ല. എങ്കിൽ പിന്നെ ആംസ്ട്രോങ് ഇവിടെ ഇറങ്ങി ഇപ്പൊ ചന്ദ്രായൻ ശിവന്റെ തലയിൽ പോയതായിട്ട് നമ്മൾ സമ്മതിക്കേണ്ടി വരണം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സ്. ചന്ദ്രവാ മനസ്സോ ജാത. നമ്മുടെ മനസ്സാണ്. നമുക്ക് തന്നിരിക്കുന്ന സ്ഥലം കണ്ടോ ഈശ്വരൻ തലയ്ക്ക്, നമ്മുടെ തലയിൽ വെച്ച് കൊണ്ടാടാറാണ് ഹൃദയത്തെ. ഈശ്വരൻ അങ്ങനെയാണ് കൊണ്ടാടുന്നത് നമ്മളെ. അപ്പൊ ആ ഈശ്വരൻ നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം, എത്രത്തോളം സ്തുതിക്കണം. ഈ ചന്ദ്രകാരണം മനസ്സിലാക്കണം. അത് ഒരു ചന്ദ്രകലയല്ല, ഭക്തന്റെ മനസ്സാണ്. അതാണ് ഏറ്റവും വലുത്. അതാണ് ഈശ്വരനുള്ള ആസ്ഥാനം. മഹാസനായ മഹായോഗ ക്രമാരാധ്യായ നമഃ. മഹായാഗത്തിന്റെ രീതിയിൽ ആരാധിക്കേണ്ടത് 65 യോഗിമാരുടെ പൂജയോടുകൂടിയ ആരാധനാ രീതിയാണ് മഹായാഗം. അതൊക്കെ ദേവി ഉപാസന വരുന്ന പൂജകൾ രീതികളാണ്. അങ്ങനെ ഒരു ഇതുണ്ടെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ചെയ്യുന്നവർക്ക് അതറിയാം. മഹാഭൈരവ പൂജിതായ നമഃ. മഹാഭൈരവൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ. പരമേശ്വരനാണ് പൂജിക്കപ്പെട്ടവൾ. അപ്പൊ ഇങ്ങനെ ഭാര്യയെ പൂജിക്കുന്ന ഭർത്താവ്. ഇവിടെ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ 25ാമത്തെ തത്വം. ദേവി എന്ന് പറയുന്നത് 26ാമത്തെ ബ്രഹ്മം. പറഞ്ഞാൽ ആ ബ്രഹ്മത്തെ പൂജിക്കുന്നുണ്ട്. എല്ലാത്തിനും അതീതമായതാണ് ബ്രഹ്മം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ പദം പറയുന്നത്. മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണീ നമഃ. കൽപ്പാന്ത പ്രളയത്തിൽ മഹേശ്വരൻ നടത്തുന്ന മഹാതാണ്ഡവ നൃത്തത്തിന് സാക്ഷിയായി വർത്തിക്കുന്നവൾ ദേവി. എന്താണ് മഹാകൽപ്പം? ഇപ്പൊ കലിയുഗം 4,32,000 വർഷം കലിയുഗമുണ്ട്. അത് 5,800 5,700 കഥ പറയുന്നു. ബാക്കി ഇനിയുണ്ട്. 4,32,000 മൈനസ് 5,800 വെച്ചോളൂ. അത് കഴിഞ്ഞാൽ ഒരു ദിവസം 1 2 3 എന്ന് ബ്രഹ്മദേവൻ പറയും. എല്ലാ സമുദ്രങ്ങളും ഒറ്റയടിക്ക് ഒന്ന് പൊങ്ങും. പിന്നെ ഒന്നും കാണില്ല. എല്ലാം ഭൂമിയുടെ അടിയിൽ, സമുദ്രത്തിനടിയിൽ, എല്ലാ ജീവജാലങ്ങളും. ഇവിടെ ആരും പേടിക്കേണ്ട. വെള്ളം കുടിച്ച് ചാവൊന്നുമില്ല. നമ്മുടെ ആ എല്ലാ ജീവജാലങ്ങളെയും തന്റെ ഉദരത്തിൽ വെച്ച് സൂക്ഷിക്കുന്നതാണ് ദേവി. അതാണ് മഹാപ്രളയകാലത്ത് സാക്ഷിയായിരിക്കുന്നത്. അതാണ് സംഹാരം. അത് കഴിഞ്ഞ് അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ അവരവന്റെ പാപപുണ്യത്തിനനുസരിച്ച് അടുത്ത ജന്മം ലഭിക്കും. മഹാപ്രളയകാലം കഴിഞ്ഞാൽ അത് പ്രളയം ഉണ്ടാകും. കുഴപ്പം നമ്മൾ പേടിക്കേണ്ട. ഇനിയും 3,75,000 വർഷങ്ങളുണ്ട്. നമ്മൾ എത്രയോ പ്രാവശ്യം ഇതുപോലെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അത് പേടിക്കണ്ട. അത് ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? അതാണ് അനുഗ്രഹം. സൃഷ്ടി, തിരി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന് പറഞ്ഞല്ലോ. അതിന്റെ അനുഗ്രഹം അതാണ്. പാപം മാത്രം ചെയ്താൽ ചെടികൾ, കുടികൾ, മരങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ. പുണ്യം മാത്രം ചെയ്താൽ ഈശ്വരത്തിൽ നിന്നായി സ്വാമി വിവേകാനന്ദ പാപപുണ്യ വിശുദ്ധമായ മനുഷ്യജന്മം. പാപം കുറച്ച് ചെയ്ത് പുണ്യം ഒരുപാട് ചെയ്താൽ നമ്മളെ പോലുള്ള മനുഷ്യജന്മം. ഞാൻ മുഖസ്തുതിക്ക് വേണ്ടി പറയല്ല, തീർച്ചയായിട്ടും ശരിയാണ്. എത്രയോ ജന്മങ്ങൾ എടുത്ത് ആ പാപങ്ങളെല്ലാം അനുഭവിച്ചു തീർന്ന് പുണ്യങ്ങളും ധാരാളം ചെയ്ത് ആ പാപത്തിന്റെ ബാക്കിയും പുണ്യത്തിലവൻ അനുഭവിക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഇതുപോലുള്ള ജന്മം നമുക്ക് കിട്ടുന്നത്. അല്ലേ? നമ്മുടെ ജന്മത്തിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അതെല്ലാം ഉണ്ട്. എന്നാലും ഒരു നേരം ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കുന്നത്? ഒരു വസ്ത്രമില്ലാത്ത അറിയുന്നു. ഏത് വസ്ത്രം ഉടുക്കണം എന്നുള്ളതാണ് പ്രശ്നം. അത്ര വസ്ത്രമായി പോയില്ല. ഇന്ന് പോകുമ്പോ ഏത് സാരി ഉടുക്കണം? അത്ര കണ്ട് സൗഭാഗ്യമാണ് ദൈവം നമ്മളെ തന്നിരിക്കുന്നത്. ആർക്കും ഒരു ദുഃഖം, ഒരു കഷ്ടമൊന്നുമില്ല. എല്ലാം സൗകര്യമായിട്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുണ്യം ഒരുപാട് ചെയ്തത് കൊണ്ടാണ് ഈ ജന്മം കിട്ടിയത്. അപ്പൊ ആ സമയത്ത് എല്ലാം സൃഷ്ടിയില്ല, സ്ഥിതിയില്ല, സംഹാരമില്ല, തിരോധാനം നീങ്ങി അനുഗ്രഹം നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അതാണ് ദേവി. അതാണ് മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷി.
പ്രളയകാലത്ത് സാക്ഷിയായിരിക്കുന്നവൾ ദേവി. മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണ്യേ നമഃ. മഹാകാമേശ മഹിഷ്ഠ്യേ നമഃ. പരമേശ്വരന്റെ പട്ടമഹിഷിയായ ദേവിക്ക് നമസ്കാരം. മഹാത്രിപുരസുന്ദരിയേ നമഃ. മഹാത്രിപുരസുന്ദരിയായ ദേവിക്ക് നമസ്കാരം. ഇതെല്ലാം പര്യായ പദങ്ങൾ. ചതുർശക്തി ഉപചാരാഢ്യായ നമഃ. 64 ഉപചാരങ്ങളാൽ ആരാധിക്കേണ്ടവൾ ദേവി. നമ്മളിപ്പോൾ ഷോഡശോപചാരമേ ചെയ്യുന്നുള്ളൂ. ശരിക്കും 64 ഉപചാരമുണ്ട്. അത് കുംഭാഭിഷേകമൊക്കെ നടക്കുമ്പോൾ തമിഴ്നാട്ടിൽ ശരിയായ രീതിയിൽ കുംഭാഭിഷേകം ചെയ്യുന്ന ശിവാചാര്യന്മാർ വരികയാണെങ്കിൽ അവർ ആ രീതിയിൽ ചെയ്യും. നമ്മുടെ കന്യാകുമാരിക്ക് പോകുന്ന വഴിക്ക് വിവേകാനന്ദപുരം അവിടെ ഏകാക്ഷര ഗണപതി എന്നൊരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ കുംഭാഭിഷേകത്തിന് ഞാൻ പോയിരുന്നു. അവിടെ ഉപനിഷത്ത് 4 കൃഷ്ണൻ പാരായണം ചെയ്യാനായിട്ട് ഞാൻ പോയിരുന്നു. അപ്പോഴാണ് ഞാനത് കണ്ടത്. ഏതെല്ലാം അറിയാമോ? 12 രാശിക്ക് 12 രാഗമുണ്ട്. വൃശ്ചിക രാശിക്ക് ഭൈരവിയാണ് രാഗം. എനിക്ക് ഭൈരവിരാഗം വളരെ ഇഷ്ടമാണ്. കാര്യം അറിയില്ല, അത് കേട്ടപ്പെട്ടാണ്. ബാക്കിയെല്ലാം അങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞുകൊണ്ടോ ഇത് മാത്രം ഓർമ്മിച്ചു. ഞാൻ പോയി ചോദിച്ചു 12 പറഞ്ഞു തരാമോ? അതെല്ലാം ചോദിച്ചാൽ முடியாது. ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പറഞ്ഞെന്തില്ല. എനിക്കിപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു. ഓരോ രാശിക്കും ഓരോ രാഗമുണ്ട്. ഈ രാഗത്തിനെ ആ ആചാര്യൻ കുംഭാഭിഷേകത്തിന് ആചാര്യൻ പാടിക്കൊടുക്കും. നാദസ്വരത്തിൽ വായിക്കണം. അങ്ങനെയുള്ള സെറ്റിനെ കൊണ്ടുവരും. ഭൈരവി ഭൈരവി ആരോപണം അവരോട് ഭൈരവി ആരോപണം ചെയ്യണം. ഇങ്ങനെ 12 രാശിക്ക് 12 രാഗം. എനിക്ക് എല്ലാ വാദ്യഘോഷം, നൃത്യം, 4 വേദം, ഉപനിഷത്ത്, രാമായണം, ഭാരതം, പുരാണം ഇതെല്ലാം പറയും. നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഷോഡശോപചാരം കഴിഞ്ഞാൽ ഒരു 5-6 ഇതിനകത്തുനിന്ന് പറയുന്നുണ്ട്. നൃത്തമൊന്നും അറിയില്ല, ഡാൻസ് ആടാൻ അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല. ആരെങ്കിലും കൊണ്ട് പാടിക്കാൻ പറയും. ഈ 64 ഉപചാരത്തോടുകൂടി ദേവിയാണ്. ഇതെല്ലാം ദേവി ആരാധന വരുന്നതാണ്. നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ 64 ഉപചാരം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും. ചതുർശക്തി കലാമയേ നമഃ. 64 കലകളുടെ സ്വരൂപത്തിലിരിക്കുന്നവൾ ദേവി. കല എന്ന് ചന്ദ്രകല എന്നർത്ഥമുണ്ട്, ആർട്ട് എന്നർത്ഥമുണ്ട്. 64 വിധമായ കലകളുണ്ട്. എല്ലാം പെയിന്റിങ് ഒരു കല തന്നെ. കുക്കിംഗ് ഈസ് ഓൾസോ ആൻ ആർട്ട്. എല്ലാവർക്കും എല്ലാം പറ്റില്ല. ചിലർക്ക് എങ്ങനെയാണ് അവര് കൈകൊണ്ട് 2 ഒപ്പിട്ടാൽ മതി. അതിന് പ്രത്യേകത അതൊരു കല തന്നെയാണ്. എല്ലാം ഡാൻസ് ആട്ടം, പാട്ടാട്ടം, വാദ്യഘോഷമാട്ടം ഇതെല്ലാം കലകൾ തന്നെയാണ്. എല്ലാ കലയ്ക്കും ഉറവിടമാണവൾ ഈശ്വരിയായതുകൊണ്ട് ചതുർശക്തി കലാമയേ നമഃ. മഹാചതുർശക്തി കോടി യോഗിനി ഗണസേവിതയായ നമഃ. 64 കോടി മഹായോഗിനികളാൽ പരിസേവിതയായ ദേവിക്ക് നമസ്കാരം. ശ്രീചക്രത്തിന്റെ 9 ആവരണങ്ങളുണ്ട്. ആ ഓരോന്നിനും 8 മാതൃകാ ശക്തികളും ഓരോരുത്തർക്കും 8 യോഗിനികളും ഉണ്ട്. ആ ആവരണത്തിൽ 64 യോഗിനികൾ, ഓരോരുത്തർക്കും 1 കോടി ശക്തി. അതാണ് 64 കോടി ശക്തി എന്ന് പറയാൻ കാര്യം. ഇതില് ഈ സഹസ്രനാമത്തിന് ലളിതാസഹസ്രനാമ വാർഷികം എഴുതിയത് ഭാസ്കർ റായാണ് ആദ്യം. അദ്ദേഹം ഇത് എഴുതിയപ്പോൾ പണ്ഡിതന്മാരെല്ലാവർക്കും കൂടി പണ്ട് കാലത്തെ ഉണ്ട് ഒരു നല്ല കാര്യം ചെയ്താൽ എങ്ങനെ അവനെ കുറ്റം കണ്ടുപിടിക്കാം. 3 മണിക്കൂർ പ്രഭാഷണം ചെയ്യണം. എന്തെങ്കിലും ഒരു അബദ്ധം പറഞ്ഞു പോയാൽ അത് മാത്രം എടുത്ത് പ്രൊജക്ട് ചെയ്ത് എഴുതിക്കാണ്. ഇത് അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ദേവിയുടെ അനുഗ്രഹം കൊണ്ടേ ഭാഷ എഴുതാൻ ഭാസ്കരായിട്ട് സാധിച്ചത്. അദ്ദേഹം പറഞ്ഞു 64 കോടി യോഗിനികൾ എന്ന് പറഞ്ഞല്ലോ, ഇവരുടെ സ്വരൂപത്തെ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അഭിരാമന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ നീ പറഞ്ഞു പൗർണമിയിൽ ഞാൻ പറഞ്ഞു, ബാക്കി നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അതപ്പോ നിന്നത്. ഇവിടെ സന്ധ്യാസ്തമായപ്പോൾ ഇടതുകാലം ചോടെടുത്ത് എനിക്ക് ആ ചന്ദ്രനെ ഒഴിപ്പിച്ചു ദേവി എന്ന് പറഞ്ഞു. അതുമായി തന്റെ തപശക്തി കൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് 64 ദേവതകളെയും അതിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു. ഭാഷത്തിൽ പറയുന്നു അങ്ങനെയുള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ളവർ എഴുതുന്നത് ലളിതാസഹസ്രനാമെന്ന് പറഞ്ഞാൽ 64 ശക്തികളെ പ്രത്യക്ഷപ്പെടുത്തി കാണിക്കാനുള്ള കഴിവ് എങ്ങനെ കിട്ടി? ഈ ലളിതാസഹസ്രനാമത്തിന്റെ ഭാഷത്തിലൂടെ അത്രകൾക്ക് പുണ്യമായ ഒരു ഗ്രന്ഥമാണ് ലളിതാസഹസ്രനാമം. അതുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം. എത്രയോ ദൈവങ്ങൾ വേറെ എന്തെങ്കിലും സഹസ്രനാമം വായിക്കട്ടെ, ഭഗവത്സേനയ്ക്ക് ലളിതാസഹസ്രനാമാണല്ലോ വായിക്കുന്നത്. എന്തുകൊണ്ട്? ഇതാണ് കാര്യം. അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ തന്നെ അറിയാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സഹസ്രനാമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 12 സഹസ്രനാമം ഭാഷത്തിലൂടെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഈ ലളിതാ സഹസ്രനാമത്തിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. 500 സഹസ്രനാമം കൊണ്ട് അതൊക്കെ അതിന്റെ സബ്ജക്റ്റ് വേറെ.
പക്ഷേ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സഹസ്രനാമം ലളിതാ സഹസ്രനാമം. മനുവിദ്യായ നമഃ. ഓരോരുത്തരും ദേവിയെ ആരാധിക്കുന്ന വിദ്യ. മനുവാൽ ആരാധിക്കപ്പെട്ട ദേവി മനുവിദ്യായ നമഃ. ചന്ദ്രവിദ്യ, ചന്ദ്രനാൽ ആരാധിക്കപ്പെട്ട ദേവി ചന്ദ്രവിദ്യായ നമഃ. ചന്ദ്രമണ്ഡല മധ്യസ്ഥായ നമഃ. ചന്ദ്രമണ്ഡലത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി. ചന്ദ്രമണ്ഡലത്തിന് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടൻ നമ്മുടെ മനസ്സിന് അറിയും. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് കണക്കാക്കും, ഇതൊരു ഗോളം. അതുകൊണ്ടാണ് ആരെന്ത് പറഞ്ഞാലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ എങ്ങനെ സാക്ഷാത് ബ്രഹ്മദേവനും മഹാവിഷ്ണു വിചാരിച്ചിട്ട് പോലും പരമേശ്വരന്റെ ജടയുടെ അഗ്രമോ പാദത്തിലഗ്രമോ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അഗ്രസ്തം വായന, അതാണ് തിരുവണ്ണാമല, അഗ്രസ്ത. ഇതൊക്കെ നമ്മുടെ കഥയൊക്കെ നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഇനിയും വരുന്ന എപ്പിസോഡിൽ പറയുന്നു. അതായത് എന്നാലും തുറസിജർ പറഞ്ഞല്ലേ, സമയം ഉണ്ടായിരുന്നു. സൃഷ്ടി ചെയ്യുന്ന ഞാനാണെന്നുള്ള അഹന്ത ബ്രഹ്മാവിനും സ്ഥിതി ചെയ്യുന്ന ഞാനാണെന്നുള്ള അഹന്ത വിഷ്ണുവിനും വന്നതായിട്ട് രണ്ടുപേരും പരമേശ്വരൻ മുമ്പിൽ പോയി ചോദിച്ചു, ആർക്കാണ്, ആരുടെ കർത്തവ്യമാണ് വരുന്നത്? വെറുതെ സൃഷ്ടി ആ സ്ഥിതി, ക്രിയേഷൻ ആ പ്രൊട്ടക്ഷൻ. പരമേശ്വരൻ വീട്ടിലായില്ലേ എന്ത് പറയാൻ പറ്റും? ഏതാണ് വരുന്നത് എങ്ങനെ പറയാൻ സാധിക്കും? അതേപോലെ ഞാനൊരു പരീക്ഷണ വസ്തുവായി നിൽക്കാം, അഗ്രസ്തമായി നിൽക്കും. എന്റെ ജടയുടെ അഗ്രം അല്ലെങ്കിൽ പാദത്തിനേക്കാൾ ആരാദ്യം കാണുന്നതോ അവരുടെ കർത്തവ്യം വരുന്നത്. കേട്ട മാത്രത്തിൽ തന്നെ വിഷ്ണുവിന് മുമ്പേ ധൃതി വിട്ട് ബ്രഹ്മദേവൻ ഹംസവാഹനത്തിൽ കയറി മുകളിലോട്ട് പറഞ്ഞു. ജടയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. മഹാവിഷ്ണു നോക്കി, രണ്ട് ഭാഷണേ ഉള്ളൂ, മുകളിൽ നിന്ന് അത് ഫസ്റ്റ് അവരെടുത്തു. രണ്ടാമത് വരാഹവതാരം നേരെ ഭൂമിയിലോട്ടിരിക്കുന്നു. എത്രത്തോളം പോകുന്നു അത്രത്തോളം പാദവും വളർന്നു വളർന്നു വരുന്നു. പാദം കണ്ടില്ല, ഭൂമി സംബന്ധിച്ച് മുടങ്ങി. ബ്രഹ്മദേവന്റെ അവസ്ഥ എന്താണ്? മുമ്മൂർത്തികളിൽ പരീക്ഷണ വസ്തു പരമേശ്വരൻ, മഹാവിഷ്ണു വെടുക്കനാണെങ്കിലും കണ്ടിരിക്കും. ഇനി ഞാൻ മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞാൽ മുമ്മൂർത്തികളിൽ ഞാൻ മോശക്കാരനായി പോവില്ലേ? അപകർഷതാ ബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അപ്പൊ കണ്ടു എന്ന് പറയാം. പരമേശ്വരനോടാണ് കള്ളം പറയുന്നത് ബ്രഹ്മദേവൻ. കണ്ടു എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലല്ലോ, അല്ലെ? കോടതിയിൽ അങ്ങനെയല്ലേ? അടിച്ചോ അടിച്ചില്ലയോ എന്നുള്ളതല്ല, സാക്ഷിയാണ്. അടിച്ചെന്ന് സാക്ഷി പറയും, കോടതി വിധിയാവും. അടിച്ചില്ലാന്ന് സുപ്രീം കോടതി പറയും, കേസ് തടയും. അപ്പൊ ഏതോ ഒരാൾ കള്ളം പറഞ്ഞു. അതാണ് ലോകം. ശാസ്ത്രത്തിലുണ്ട്. സാക്ഷി സമ്മതിക്കണം. താഴെ പോയി സാക്ഷി വിളിക്കും. പരമേശ്വരൻ കള്ളസാക്ഷി പറയാൻ തയ്യാറാവില്ല എന്ന് പറയും. ബ്രഹ്മദേവനായ എന്റെ ആജ്ഞയാണെന്ന് പറയുകയും അങ്ങനെ നിർബന്ധത്തിന് വേണമെങ്കിൽ താഴെ പോയി കള്ളസാക്ഷി പറയും. പരമേശ്വരൻ അതിലൂടെ സർവജ്ഞായനമാണ് സത്യാവസ്ഥ മനസ്സിലാക്കിയ പരമേശ്വരൻ തന്റെ കൈകൊണ്ട് പരമേശ്വരന്റെ ബ്രഹ്മദേവന്റെ കല 5 മുഖമാണ് ബ്രഹ്മദേവനെ ഒരു കല മുറിയെടുത്തത്. അതാണ് ബ്രഹ്മകപാലനം. കരണകമുഖേനൈവരുളിതം സ്വന്തം കണ്ടു. അപ്പോ താഴെമൂന്ന് എന്താ കള്ളസാക്ഷി പറഞ്ഞിട്ടുള്ളത്? എന്റെ മുമ്പിൽ വന്നു പോകരുത് എന്നും ശിവപൂജയ്ക്ക് താഴെമൂട്ട്. അപ്പൊ ഇങ്ങനെ ആർക്കും പറ്റാത്ത സ്ഥലത്ത് ISR ആക്കി നിർത്തുന്നത് പരമേശ്വരന്റെ തലയിലാണെന്ന് പറഞ്ഞാൽ ISRന്റെ ആൾക്കാരുണ്ടെങ്കിൽ ക്ഷണിക്കണം. നിങ്ങൾ വിട്ട് റാക്കറ്റ് ചന്ദ്രനെ പോയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ചന്ദ്രനല്ല, പരമേശ്വരന്റെ തലയിൽ ഇരിക്കുന്നെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഇത് വെച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ഞാൻ പ്രോഗ്രാം ചെയ്തപ്പോൾ ഒരു ഡിബേറ്റ് വെക്കാൻ അവർ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു അതിനൊന്നും ഞാൻ ആളല്ല. കാരണം എന്നെ എതിർത്ത് വരുന്നവർ എത്രയോ ഗ്രന്ഥങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരായിരിക്കും. അവരുമായി പ്രവഹിക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഒരു കോൺട്രവേഴ്സിക്ക് ഞാൻ തയ്യാറല്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ വേണ്ട. വിശ്വസിച്ചാൽ ഈ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ല. നിങ്ങളുടെ പരമേശ്വരൻ തലയിലല്ലേ ഞങ്ങൾ ആശ്രയം പോയി ഇറങ്ങിയതെന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയാൽ സമ്മതിക്കേണ്ടി വരും. ഒരു കൂടി ആശ്രയം എന്തിന്? സൂര്യനിൽ തന്നെ വിട്ടുള്ളൂ. അവരെല്ലാവരും ISR സ്റ്റാഫ് മുഴുവൻ ചന്ദ്രനിൽ പോയി ഇറങ്ങില്ല. എന്നാലും പരമേശ്വരൻ ഒരു പ്രശ്നമുണ്ട്. അവിടെ ഇരിക്കും നമ്മുടെ മനസ്സല്ലേ, നമ്മുടെ മനസ്സാണ് ചന്ദ്രക്കല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാ നമ്മൾ ഇതിനെ പറയുന്നത്? അതുകൊണ്ട് ചാരുചന്ദ്ര കലാധരായ മഹാ മനോഹരമായ ചന്ദ്രക്കലയെ ധരിച്ചവർ. ചന്ദ്രമണ്ഡല മധ്യസ്ഥായ മഹാ ചാരുരൂപായ മഹാ അതിമനോഹരമായ രൂപത്തോട് കൂടിയ ദേവി. ദേവീസ്വരൂപം എപ്പോഴും അതിമനോഹരം തന്നെയാണ്. കാരണം സൗന്ദര്യത്തിന് ഉറവിടമാണ് ദേവി. ചാരുഹാസായ മഹാ അതിമനോഹരമായി കൂടിയിരിക്കുന്ന ദേവി. ചാരുചന്ദ്ര കലാധരായ മഹാ മനോഹരമായ ചന്ദ്രക്കല അണിഞ്ഞവൾ ദേവി. ശിവനെ പോലെ ശിവയ്ക്കും ദേവിക്കും ചന്ദ്രക്കലയുണ്ട്. ചക്രരാജ നികേതനായ മഹാ ചക്രരാജ എന്ന് പറഞ്ഞാൽ ശ്രീചക്രം. ശ്രീചക്രത്തിൽ വസിക്കുന്നത്. ശ്രീചക്രവും ദേവിയുടെ സ്വരൂപവും ഒന്ന് തന്നെയാണ്.
മനുഷ്യ ശരീരവും ശ്രീചക്രവും സാമ്യമുണ്ടെന്നാണ്. ശ്രീചക്രത്തിൽ 9 ആവരണം, മനുഷ്യ ശരീരത്തിൽ 9 ദ്വാരം. നവദ്വാരത്തോട് കൂടിയതാണ് ഈ ശരീരം. 2 കണ്ണ്, മൂക്കിൽ 2 ദ്വാരം, 2 കാത്, 4 വായു 7, മലമൂത്ര വിസർജന ദ്വാരം. നവദ്വാരത്തോട് കൂടിയതാണ് ഈ ശരീരം. നവവ്യൂഹത്തോട് കൂടിയതാണ് ശ്രീചക്രം. അത് വളരെ വർണ്ണനയാണ് ശ്രീചക്രത്തിന്റെ വർണ്ണന. സൗന്ദര്യഗിരി ക്ലാസ് വന്നവർക്ക് മനസ്സിലാവും ഓരോ വ്യൂഹം എന്താണെന്നുള്ളത് അത് വരുന്നുണ്ട്. പാർവതിയെ നമഃ. ഹിമോത്പുത്രിയായ പാർവതിക്ക് നമസ്കാരം. ദാക്ഷായണി അന്തർധാനമായപ്പോൾ പർവ്വതരാജപുത്രി പാർവതിയായി ദേവി അവതരിച്ച കാര്യം ഇന്നലെ പറഞ്ഞു. പത്മനയനായി നമഃ. താമര പോലെ മനോഹരമായ കണ്ണുകളുള്ളവൾ ദേവി. താമര ആകൃതിക്കും, താമര എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാതെ ഇരിക്കുന്നതാണ് താമര. ദേവി സ്വരൂപം അതുപോലെ. അതുകൊണ്ടാണ് ഭഗവാന്റെ എല്ലാത്തിനും മുഖകമലം, കർണകമലം, കരകമലം എല്ലാം കമലം കമലം എന്ന് പറയാൻ കാര്യം. പത്മനയനായ നമഃ. പത്മരാഗ സമപ്രഭായ നമഃ. പത്മരാഗം പോലെ ശോഭയാർന്ന ദേവിക്ക് നമസ്കാരം. ചെന്താമര പോലെ ശോഭയുള്ളവൾ എന്നർത്ഥം. പത്മരാഗം എന്ന് പറയുന്നത് ഈ രത്നത്തിൽ അത്യധികം പ്രതിഫലന ശേഷിയുള്ളതാണ് പത്മരാഗം. പത്മരാഗം പോലെ പ്രകാശിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ അതിനൊരു ഉപമ പറയാൻ ഇല്ല. പഞ്ചപ്രേതാസനാസീനായ നമഃ. 5 പ്രേതങ്ങളെ കൊണ്ട് മഞ്ചത്തിലിരിക്കുന്ന ദേവിക്ക് നമസ്കാരം. നമ്മളെല്ലാം ഇത്രയും കുക്ഷനിട്ട കസേരയിലിരിക്കുമ്പോൾ ദേവിക്ക് മാത്രം എന്ത് പ്രേതമാസനമായിരിക്കുന്നു. അപ്പൊ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ട് ആ വാക്ക് വന്നു? പ്രേതം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ കുളിക്കണം, അപശബ്ദം എന്ന് പറയും. ഇവിടെ നല്ല വൃത്തിയായ ശുദ്ധം ചെയ്ത് പുതിയ വസ്ത്രമൊക്കെ ധരിക്കാം. ദേവിക്ക് അർച്ചന ചെയ്യുമ്പോൾ ഭഗവതേവ പഞ്ചപ്രേതാസനാസീനായ നമഃ പറഞ്ഞു. അപ്പൊ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവിക്ക് എന്തുകൊണ്ട് ഈ 5 പ്രേതം വന്നു എന്നുള്ള കാര്യം നാളത്തെ എപ്പിസോഡിൽ നോക്കാം. കാരണം എന്റെ ടൈം നിന്നു. ഇത് പറയണമെങ്കിൽ കുറേ പറയേണ്ടി വരും. എന്തുകൊണ്ട് പ്രേതം എന്ന് വന്നു അതെല്ലാം ആ സത്യസ്ഥിതി തിരുവിതാംകൂർ സങ്കല്പം പറയണം. നാളെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ എക്സ്പ്ലനേഷൻ അതിന് കിട്ടും എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് വന്നവരെല്ലാം നാളെയും വന്ന് അത് കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഒരു മിനിറ്റ്. സർവം ഇന്നത്തെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നാമം ശതമാനം പുരുഷ ശതേന്ദ്രിയ ആയുഷ്യേവേന്ദ്രിയേ പ്രതിഷ്ഠതി. ഇവിടെ പണ്ട് ദുർഗാ പ്രവേശ സംഘത്തിന് എല്ലാ വർഷവും വാർഷികം നടക്കും. ഓരോ പ്രാവശ്യം ഓരോരുത്തരാണ് അത് വന്ന് നടത്തി തരുന്നത്. ഒരു പ്രാവശ്യം ഡോക്ടർ സാർ തന്നെ ഇവിടെ വന്ന് ചെയ്തു തന്നിരുന്നു. ഇതൊരു സുഹൃത്തുമാണ്. സൗന്ദര്യഗിരി മുഴുവൻ അറിയാവുന്ന ആളുമാണ്. അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പറയാവുന്ന അദ്ദേഹമൊക്കെ സംസാരിച്ചു കൊടുക്കുന്നു. വിശാല കല്യാണി ശ്ലോകം എടുക്കുമ്പോഴേക്കും എനിക്കൊക്കെ ജ്ഞാപകം വരും. ദശിവേശികാരാത്ര കരുതലിനെ കുറിച്ചുള്ള പല ഇതെല്ലാം വിദേശിനെ എഴുതിയാണ്. പിന്നെ ദേവിയുടെ അനുഗ്രഹത്തിൽ നമ്മളിപ്പോൾ 249 പദം വരെ നോക്കി. 300 ടാർഗറ്റ്. അത് സാരമില്ല, കൊണ്ട് എത്തിക്കാൻ നമുക്ക്. പഞ്ചപ്രേതാസനാസീനായ നമഃ എക്സ്പ്ലനേഷൻ നാളെ പറയാവുന്നത് കൊണ്ട് നമുക്ക് ഒരു മിനിറ്റ് ധ്യാനം. ഒരു സ്പോൺസറുകളുണ്ട്. അവർ ബോംബെയിൽ ഇരിക്കുകയാണ്. അവർക്ക് ആഡിയൻസ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ്. श्री महादेव्यै नमः. ओम श्री महादेव्यै नमः. सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते. अन्यथा शरणं नास्ति त्वमेव शरणं मम. तस्मात् कारुण्यभावेन रक्षरक्षमहेश्वरी.
பிரசாதம் நான் போஸ்ட்டில் அனுப்புகிறேன். இப்போ வாங்கிங்கோ எல்லாம். இப்போ வருது. அப்போ பிரசாதம் வாங்கிங்கோ. ரைட்டா சார், தேங்க்யூ சார்.